2 years of pain, physical, emotional, destruction behind that one post. And then for pronunciations, I had Miss Anupama Parameswaran. Anupama has become pro now in Telugu. Claim ledandi. His pronunciation was really good already. It was very, very good. 1-2 words. അപ്പോ അനുപമ പരമേശ്വരൻ ആൻഡ് ധന്യ വർമ്മ ഇവരൊരു ഇന്റർവ്യൂ വീഡിയോ അത്യാവശ്യം വളരെ നല്ല രീതിയിൽ ചർച്ചയാവുന്നുണ്ട്. ഞാൻ ആക്ച്വലി വളരെ അൺഎക്സ്പെക്ടഡ് ആയിട്ടാണ് ഈ വീഡിയോ ഫുൾ ആയിട്ട് എന്റെ ഫീഡിലേക്ക് വരുന്നത് ഉൾപ്പെടെ. സോ കണ്ടപ്പോ തന്നെ ഞാനത് ജസ്റ്റ് സ്റ്റാർട്ടിങ് കുറച്ച് ഭാഗങ്ങൾ കണ്ടപ്പോ തന്നെ എനിക്കിത് എന്റെ റിയൽ ലൈഫായിട്ട് ഒരുപാട് റിലേറ്റ് ചെയ്യാൻ പറ്റി. ഞാൻ ഈ ഒരു വീഡിയോ പ്രസന്റ് ചെയ്യാൻ പോകുന്നത് എന്റെ റിയൽ ലൈഫിലെ എക്സാമ്പിൾസ് എക്സ്പീരിയൻസ് വെച്ചിട്ടാണ്. വെരി റീസെന്റ് നടന്ന ഒരു സ്റ്റോറി ആയിട്ട് വളരെ അടുത്ത് ഒരു ബന്ധം ഇതിന്റെ അകത്തുണ്ട്. അതായത് ഞാനിത് കേട്ടപ്പോഴേക്കും ഞാൻ ശരിക്കും അതാണ് ചിന്തിച്ചു പോയത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അനുപമ പരമേശ്വരനെ പോലുള്ള ഇത്രയും വെൽ നോൺ ആയിട്ടുള്ള സെലിബ്രിറ്റി വന്നിട്ട് ഇതേ കാര്യങ്ങൾ അഡ്രസ് ചെയ്ത് പറയുമ്പോൾ നിങ്ങൾ എല്ലാവരും അത് അക്സെപ്റ്റ് ചെയ്യും, എല്ലാവരും കാണും, കുറെ പേരത് മനസ്സിലാക്കും, അങ്ങനെ എല്ലാം ഉണ്ട്. അവരുടെ എക്സ്പീരിയൻസ് തന്നെ അവർ ഷെയർ ചെയ്തേ. പക്ഷെ ഇതൊക്കെ ആർക്ക് വേണമെങ്കിലും എവിടെ വേണമെങ്കിലും സംഭവിക്കാവുന്ന ഒരു കാര്യമാണ്. അത് പലർക്കും പല രീതിയിലായിരിക്കും അനുഭവങ്ങൾ. അപ്പൊ അതുകൊണ്ട് മാത്രമാണ് ഞാനിത് ഇവിടെ വന്നിട്ട് ഞാൻ ഓൾറെഡി എന്റെ ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നത് ലവ് സ്റ്റോറി എന്ന് പറഞ്ഞിട്ട് ഒരു ഫസ്റ്റ് പാർട്ടായിട്ട്. അതിന്റെ സെക്കൻഡ് പാർട്ടായിട്ട് കുറച്ചധികം കാര്യങ്ങൾ വെച്ചിട്ട് എനിക്ക് വീഡിയോ ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷെ അതിന് ഏറ്റവും ബെസ്റ്റ് ഒരു സിറ്റുവേഷൻ അല്ലെന്നുണ്ടെങ്കിൽ അത് ഇടാൻ പറ്റിയ ബെസ്റ്റ് ഒരു റീസൺ എനിക്ക് വേണമായിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി ഇത്രയും സമയം എടുത്തിട്ടാണെങ്കിലും ഇപ്പോ അതിനെ പറ്റി ഒരു കൃത്യമായിട്ടുള്ള ഒരു അവസരം വന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതായത് ഈ ഒരു വീഡിയോ കൂടി അനുപമ പരമേശ്വരന്റെ ഇന്റർവ്യൂസിന്റെ ഭാഗങ്ങൾ തന്നെയാണ് നമ്മൾ എടുക്കുന്നത്. അതിൽ നിന്ന് എനിക്ക് എന്റെ റിയൽ ലൈഫിൽ ഉണ്ടായ അനുഭവങ്ങൾ കൂടി കണക്ട് ചെയ്തിട്ട് ഞാൻ കുറെ കാര്യങ്ങൾ പറയാം. ഇതിനോടകം തന്നെ എന്റെ വളരെ അടുത്ത് അറിയാവുന്ന എന്റെ ക്ലോസ് ഫ്രണ്ട്സ്, ഇൻസ്റ്റയിലുള്ളവര്, കുറച്ച് ഇൻഫ്ലുവൻസേഴ്സ് ഉൾപ്പെടെ എല്ലാവരും, കുറച്ച് യൂട്യൂബേഴ്സ് എന്റെ ക്ലോസ് ആയിട്ട് നിൽക്കുന്ന സംസാരിക്കുന്ന കുറെ പേർക്ക് അറിയാം ഈ കഥകൾ. എനിക്ക് ഞാൻ കുറച്ചധികം പേര് എന്റെ ചോദിക്കുന്നുണ്ട് എന്താണ് ആക്ച്വലി സംഭവിച്ചത്. ഇതൊരു ജസ്റ്റ് ഒരു ബ്രേക്കപ്പോ അങ്ങനെ എന്തെങ്കിലും ആയിട്ടോ നമുക്ക് തോന്നുന്നില്ല. കാര്യം അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇത്രയും ലോസ്റ്റ് ആവില്ലല്ലോ. ഇപ്പൊ അല്ലാട്ടാ, ഇത് കുറച്ച് നാൾ മുമ്പുള്ള ഒരു കാര്യമാണ്. ഇതിനൊക്കെ റിക്കവർ ആയിട്ട് ഒരുപാടായി. ഞാനിപ്പോ 100% ഓക്കെയാണ്, ഹാപ്പിയാണ്, അടിച്ച് പൊളിച്ച് വേറെ ലെവൽ ഓഫ് ലൈഫ് ജീവിച്ചുകൊണ്ടിരിക്കുക. സോ ഈ ഒരു ഇന്റർവ്യൂ വീഡിയോ വന്നപ്പോൾ തന്നെ ഇപ്പൊ ഒരുപാട് ന്യൂസ് ചാനൽ, മെയിൻ സ്ട്രീം മീഡിയാസ് ഒക്കെ ഏറ്റെടുക്കുന്നുണ്ട്. അയാളെ വിവാഹം ചെയ്തിരുന്നെങ്കിൽ ഡിവോഴ്സ് ആയത് നാർസിസ്റ്റിക് അബ്യൂസിന് ഇരയായിരുന്നു. ധ്രുവ് വിക്രമിനെ അനുപമ താരതമ്യം ചെയ്തത് അന്യൻ സിനിമയായിട്ട്. താരതമ്യം ചെയ്യാനുള്ള വകുപ്പുണ്ട്. ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒരേ സമയത്ത് തന്നെ സ്നേഹം, പിന്നെ കുറച്ച് കഴിയുമ്പോഴേക്കും ചിലപ്പോൾ ദേഷ്യമായിരിക്കും, പിന്നെ മാപ്പുറച്ചിലും കരച്ചിലും, ഇങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. ഞാനിത് റിയൽ ലൈഫിൽ ഞാനിപ്പോ കണ്ടു. ഇപ്പോഴും ആ ഒരു ചില സമയത്തുണ്ടല്ലോ, ആ ഒരു എന്താ പറയാ, ആ വ്യക്തി ഉണ്ടാക്കിയ ട്രോമ അല്ലെങ്കിൽ ആ ഒരു ദുഷിച്ച ഓർമ്മകൾ, കുറെ വൃത്തികെട്ട എക്സ്പീരിയൻസുകൾ നമ്മളൊരുമാതിരി ഹോണ്ട് ചെയ്യും. പക്ഷെ സത്യം പറഞ്ഞാൽ ഞാനിപ്പോ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അറിയോ, ആ എക്സ്പീരിയൻസും കാര്യങ്ങളും, ആ ബാഡ് ഇതെല്ലാം എന്റെ പോസിറ്റീവായിട്ട് കൺവേർട്ട് ചെയ്യുക. കാര്യം അതിൽ നിന്ന് എനിക്ക് എന്റെ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുക. അങ്ങനെ കുറെ കാര്യങ്ങൾ ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. സോ നമുക്ക് അനുപമ പരമേശ്വരന്റെ ഇന്റർവ്യൂ വീഡിയോയിലേക്ക് കിടക്കാം. അതിന്റെ മെയിൻ ഹുക്ക് പോയിന്റ് ആയിരുന്ന ഒരു സാധനത്തിലേക്ക്. I have gone through narcissistic abuse for 2 years. ഈ വാക്ക് ഞാൻ പറയുമ്പോൾ തന്നെ, ഇപ്പൊ ഞാനിപ്പോ നാർസിസിസ്റ്റിക് അബ്യൂസ് എന്ന് പറയുമ്പോൾ തന്നെ I can imagine like a few categories of people now. First category is the category of people like me. So, I think the last interview with Madonna, she mentioned about narcissistic abuse. ഞാൻ ഷൂട്ട് കഴിഞ്ഞ മിഡിൽ ഓഫ് ദ നൈറ്റ് ആണ് ഞാൻ റൂമിൽ വരുന്നത്. റൂമിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ ഇൻസ്റ്റഗ്രാം അറൌണ്ട് 12:30 or something. ഞാൻ മഡോണയുടെ ഇന്റർവ്യൂ ഞാനും ആ സമയത്ത് കണ്ടാണ്. കുറച്ച് മുമ്പുള്ളതാണ്. നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതേ ചാനലിൽ തന്നെ കിടക്കുന്നുണ്ട്, കയറി കണ്ടോളൂ. സോ ഈ ഒരു ഫസ്റ്റ് ഭാഗത്തിൽ പറഞ്ഞു തുടങ്ങുന്നത് എന്താണ്, ഏതാണ്ട് 2 വർഷത്തോളം നാർസിസ്റ്റിക് അബ്യൂസിന് ഇരയായ ഒരാളാണ് താൻ എന്നാണ് പറയുന്നത്. ഞാൻ ഈ 2 വർഷത്തെ കാലയളവിൽ കുറച്ച് ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. ഡിപ്പെൻസ് ഓൺ ദ പേഴ്സൺ. ഇത് ചിലപ്പോ എന്താ പറയാ, ആ പറഞ്ഞ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളാരോ നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായല്ലോ. ഇതിനോടകം തന്നെ ഫോട്ടോസും കാര്യങ്ങളെല്ലാം ഇതിന്റെ റൂമേഴ്സ് ഒക്കെ വരുന്നുണ്ട്. നിങ്ങൾ ഒരുപാട് പേര് കണ്ടിട്ടുണ്ടാവും. ഞാനിവിടെ സൈഡിൽ വെക്കുന്നുണ്ട് ഫോട്ടോസ്. അതായത് ഇവരുടെ പബ്ലിക് അപ്പിയറൻസ് എല്ലാം ഇവർ ഒരുമിച്ചായിരുന്നു. അങ്ങനെ ആ ഒരു രീതിയിൽ വന്നപ്പോഴേക്കും ആൾക്കാർ ഇതായിട്ട് കണക്ട് ചെയ്തപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ന്യൂസ് വരുന്നുണ്ട്. ഓക്കെ, അപ്പോ ചിലപ്പോ ഈ പറഞ്ഞ ആളുടെ ഫസ്റ്റത്തെ സെക്കൻഡത്തെ ഒക്കെ റിലേഷൻ ആയിരിക്കും ഈ അനുപമ. മേ ബി ഐ എം നോട്ട് ഷുവർ. സെലിബ്രിറ്റി ആണ്, സാധാരണക്കാരായിട്ടുള്ള നമുക്ക് തന്നെ എനിക്ക് എന്തോരം ഉണ്ടായിരുന്നു. അപ്പൊ പിന്നെ ഇത് ഊഹിക്കാവുന്നല്ലേ ഉള്ളൂ. ജസ്റ്റ് തമാശയായിട്ട് പറഞ്ഞാണ്. സോ അഗെയിൻ കം ടു ദ പോയിന്റ്. ഇതില് എനിക്കുണ്ടായ അനുഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വെൽ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരാളായിരുന്നു എന്റെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന്. വെൽ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഫീൽഡിൽ താനൊരു നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ആളാണെന്ന് ആൾക്കറിയാം. പക്ഷെ അത് വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ട് ഇതെല്ലാം മറ്റൊരാളിലേക്ക് കൊണ്ടുവന്നിടും. അതായത് ഓപ്പോസിറ്റ് ഞാനാണെങ്കിലും ഒരുപാട് പേരുണ്ടായിരുന്നു കേട്ടോ, അത് വേറെ കാര്യം. എല്ലാവരുടെയും തലയിലേക്ക് കൊണ്ടുവന്നിടും. അയാൾ എന്റെ ലിറ്ററലി നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, താൻ ഒരു നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ആളാണ്, താന്റെ സ്വഭാവം അതാണ്. പക്ഷെ ആക്ച്വലി ഞാൻ ഇതിനെ കുറിച്ച് അന്വേഷിച്ച് ഇതായിട്ട് ബന്ധപ്പെട്ട കുറെ വിക്ടിംസിനെ ഞാൻ സംസാരിച്ച സമയത്ത് എനിക്ക് മനസ്സിലായ കാര്യം, എല്ലാവരോടും ഈ സെയിം ഡയലോഗ് തന്നെ ഇറക്കിക്കൊണ്ടിരുന്ന ഈ വ്യക്തി. എല്ലാവരോടും ഈ സെയിം ഡയലോഗ്, എല്ലാവരോടും പറഞ്ഞ് ഒട്ടക്കി പിരിയുന്ന സമയത്ത് അല്ലെങ്കിൽ തല്ലുണ്ടാക്കുന്ന സമയത്തൊക്കെ ഇത് തന്നെ പറയും,
തല്ലുണ്ടാക്കുന്ന ആരാണ്, എങ്ങനെയാണ് തുടങ്ങുന്നതൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. സോ എന്റെ ഫസ്റ്റത്തെ ആ ലവ് സ്റ്റോറിയുടെ പാട്ട് കാണാത്തവരാണെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്ക്, അത് കണ്ടിട്ട് ഇത് കാണുമ്പോൾ കണക്ട് ചെയ്യും ഞാൻ എന്താ പറയുന്നത്. കാര്യം ഇതിന്റെയൊക്കെ പ്രശ്നങ്ങൾ ഇവിടെ തുടങ്ങിയെന്നുള്ളതാണ്. എന്താണ് ആക്ച്വൽ പ്രശ്നം ഉണ്ടായിരുന്നത്, ആളുടെ പ്രശ്നം എന്തുകൊണ്ടാണ് ഇതൊക്കെ ബ്രേക്കപ്പ് അല്ലെങ്കിൽ വലിയൊരു ഇഷ്യൂലേക്കൊക്കെ പോയത് എന്താണെന്നുള്ളതിന്റെ എക്സാക്ട് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു തന്നെ. സോ എനിക്കുണ്ടായ ഒരു പ്രശ്നം അതാണ്, ഇതിൽ പ്രോ ആയ ഒരാൾ കയറി കളിച്ചു. പ്രോ മീൻസ് ഓവർ കോൺഫിഡന്റ് ആയിരുന്ന ആൾക്ക് ഇതുപോലെ ഇങ്ങനെ ഓരോരുത്തരുടെ ലൈഫ് ഇട്ട് കളിച്ച് തകർത്തങ്ങ് കേറി വന്നപ്പോഴേക്കും ഓവർ കോൺഫിഡൻസ് ആയി പോയി. എല്ലാരും പോലെ തന്നെ നമ്മളും മിണ്ടാണ്ട് അങ്ങോട്ട് പോവും, അല്ലെങ്കിൽ കരഞ്ഞു കഴിഞ്ഞ് വീട്ടിലിരിക്കും വിചാരിച്ചു. നടന്നില്ല. എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ചെറിയൊരു അനക്കം ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടാ പോകുന്നത്. ഇനിയിപ്പോ എന്താ ഏതാന്നുള്ളത് ആരെങ്കിലൊക്കെ തീരുമാനിക്കട്ടെ. അല്ലാണ്ട് നമുക്ക് ഇതിന്റെ ഈ വള്ളിക്കത്ത് കേസിന്റെ പുറകെ കിടക്കാൻ ഒരു താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഞാനത് വിട്ട്. എന്നാലും പറഞ്ഞു വെക്കാനുള്ള പറഞ്ഞു വെക്കണമല്ലോ, അതുകൊണ്ട് മാത്രം പറഞ്ഞു വെച്ചത്. സോ എഗെയിൻ ഞാൻ പറഞ്ഞ പോലെ ഇതിൽ വർഷങ്ങളോ ഇത്ര ഇതൊന്നും ഒന്നുമല്ല. ചിലപ്പോ 2 മാസം 1 മാസം കൊണ്ടൊക്കെ ഒരാളെ ഭ്രാന്താക്കി കളയുന്ന സൈസ് ആൾക്കാരുണ്ട്. ദ പ്രോ നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി മെന്റൽ ഡിസോർഡർ ഉള്ള ആൾക്കാർ, പ്രോസ്. പക്ഷെ എന്റെ ഓപ്പോസിറ്റ് ആൾക്ക് അത് മാത്രമല്ലായിരുന്നു അസുഖം, വേറൊരു സാധനം കൂടി ഉണ്ട്. അത് ഞാൻ പറഞ്ഞുതരാം അവസാനത്തേക്ക്. കുറച്ച് ആൾക്കാർ ഇത് ഇമ്മീഡിയറ്റ്ലി അതൊരു വുമൻ കാർഡാണ്, ഒരു ഫെമിനിസ്റ്റ് പദമാണ്, ഇത് ജെൻഡറിനെ നമ്മൾ എന്താ പറയാ ഒരു രീതിയിൽ ജെൻഡർ ബേസ്ഡ് ആണ്. അതായത് നാർസിസിസം എന്ന് പറഞ്ഞ ഒരു കാര്യത്തിന് ജെൻഡർ ഇല്ല എന്നുള്ള കാര്യം അറിയാതെ ഓൾറെഡി ഇപ്പൊ നെഗറ്റീവ് കോമന്റ്സ് ഒക്കെ ടൈപ്പ് ചെയ്ത് തുടങ്ങിയിട്ടുള്ള ആൾക്കാരായിരിക്കും എന്ന നിലയിൽ. പക്ഷെ അവർക്ക് അതിന്റെ റിയാലിറ്റി നാർസിസിസം ഡസൻ ഹാവ് എ ജെൻഡർ എന്നുള്ള റിയാലിറ്റി പോലും അറിയാതെ നൗ ഐ എം ഗോണ സിറ്റ് ആൻഡ് ടോക്ക് അബൌട്ട് സംതിങ് അബൌട്ട് ഫെമിനിസം എന്ന് ഓൾറെഡി അസ്യൂം ചെയ്ത് കോമന്റ്സ് ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ടാവും. എക്സാക്ട്ലി. ഈ നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ അല്ലെങ്കിൽ നാർസിസ്റ്റ് എന്നൊക്കെ പറഞ്ഞു വരുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ കേട്ടേക്കുന്ന പെൺകുട്ടികൾ പറയുന്ന ഒരു ഹസ്ബൻഡോ ലവറോ ആയിട്ടുള്ള ആള് അങ്ങനെ ആയിരുന്നു, ബ്രേക്കപ്പിന് ശേഷമോ ഡിവോഴ്സിന് ശേഷമോ അല്ലെങ്കിൽ ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിലൊക്കെ പലരും ഉപദേശിക്കുന്ന സംസാരിക്കുന്ന അതിൽ തുറന്നു പറയുന്നതൊക്കെ ഇങ്ങനെയാണ്. പക്ഷേ ഞാൻ എന്റെ ജീവിതാനുഭവം കൊണ്ട് പറയാം, ഒരിക്കലും അല്ല. ഇതിനൊരു ജെൻഡർ ഇല്ല. ഇതിൽ പെൺകുട്ടികളാണ് ഈ സ്വഭാവം ഉള്ളതെന്നുണ്ടെങ്കിലല്ല, അവർ വെൽ പ്ലെയേഴ്സ് ആയിരിക്കും. വെൽ പ്ലെയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ റിലേഷൻഷിപ്പ് ഉണ്ടാവും അറ്റ് എ ടൈം തന്നെ. ചിലപ്പോൾ പറയാൻ പറ്റത്തില്ല. എനിക്കറിയാവുന്ന വ്യക്തിക്ക് മൾട്ടിപ്പിൾ റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. അതായത് ഒന്ന് ബാക്കപ്പ് ആയിട്ട് വെച്ചിട്ട് മെയിൻ ഒന്നിൽ നിന്ന് കളിക്കും, അതിന്റെ പുറകെ ബാക്കി കുറെ എണ്ണങ്ങളെ തേച്ചൊട്ടിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഇതേ കാര്യങ്ങൾ തന്നെ. ഞാനീ പറഞ്ഞു വന്നത് നാർസിസ്റ്റിക് ബിഹേവിയർ പ്ലസ് ഒരു എന്താ പറയാ വേർഡ് ഞാൻ യൂസ് ചെയ്യില്ല, കൈൻഡ് ഓഫ് നിംഫ്, പിന്നെ ഒരു അൾട്രാ പ്രോമാക്സ് സൈക്കോ. പലരും എന്നെ വന്ന് കണക്ട് ചെയ്തിട്ട് എന്റെ അടുത്ത് ഇങ്ങനെ ഓരോ ഞാൻ എന്റെ വീഡിയോസ് കിടക്കുന്നുണ്ട്. അപ്പൊ അത് വെച്ച് റിലേറ്റ് ചെയ്തിട്ട് വന്ന് സംസാരിച്ച സമയത്ത് എനിക്ക് കുറെ കാര്യങ്ങൾ മനസ്സിലായി. അതോടുകൂടി സമാധാനമായി, ജീവിതം രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു എന്ന് പറയാം. കാര്യം ഇതിനെതിരെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഒന്നല്ല ഇവരെ പിടിച്ചിട്ട് വല്ലതും എവിടെയെങ്കിലും കൂടെ ചികിത്സിക്കണം. പക്ഷെ അതൊട്ട് ചെയ്യത്തില്ല. കാര്യം എന്താ വെച്ചാൽ ഇവരുടെ കൂടെ ഇങ്ങനെ പാരന്റ്സ് അല്ലെങ്കിൽ റിലേറ്റീവ്സ് ഇവരുടെ ഇടയിൽ ഇവർ ഉണ്ടാക്കി വെച്ചാൽ ഇവര് കംഫോർട്ട് സോണിലുണ്ടല്ലോ, ഇവർ പെർഫെക്റ്റ് ആയിരിക്കും. അതായത് ഇവരെ കംഫോർട്ട് സോണിൽ ഇതുപോലത്തെ വ്യക്തികൾ പെർഫെക്റ്റ് ആയിരിക്കും. നമ്മൾ എന്ത് പറഞ്ഞാലും അവരുടെ കൂടെ നിൽക്കുന്നവർ അത് വിശ്വസിക്കില്ല. കാര്യം അതുപോലെ അവരെ മാനിപ്പുലേറ്റ് ചെയ്ത് നോക്കും. ഓക്കെ, അപ്പോ ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ, ഇതിൽ ജെൻഡർ ഒന്നുമില്ല. ഇത് പെൺകുട്ടികളാണെന്നുണ്ടെങ്കിൽ അവര് അറിയാലോ, പെൺകുട്ടി ഈ പറഞ്ഞ പ്രശ്നമുള്ള ആൾക്കാർക്ക് ഒരു കാര്യമുണ്ട്. ഇവര് എപ്പോ കിടന്ന് കാര്യം പട്ടി അറിയുന്ന പോലെ കിടന്ന് കാര്യം ചിലപ്പോ ഒരു കാര്യമില്ലാണ്ട് പല രീതിയിലുള്ള ഇമോഷൻസ് അറ്റ് എ ടൈം മാറിയൊക്കെ വരും. നമ്മളെ ബന്ധത്തിൽ പിടിച്ചു നിർത്താൻ വേണ്ടി, നമ്മുടെ മേലൊരു കൺട്രോൾ വരാൻ വേണ്ടി. സോ പെൺകുട്ടികളാണ് കാര്യങ്ങളുള്ള സാധനം എഫക്റ്റ് ഒന്നും വേറെ അല്ലേ. മനസ്സിലായി ഞാനിപ്പോ പറഞ്ഞു തന്നത്. സോ പെൺകുട്ടികളിൽ ഈ ബിഹേവിയർ നല്ലോണം ഉണ്ട്. ആ ഉള്ള ഒരുപാട് പേരുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ആർക്കും അങ്ങനെ പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റില്ല എന്നുള്ള ഏറ്റവും കൂടുതൽ കോമഡി. ആണുങ്ങൾ ചെയ്യുമ്പോൾ പെട്ടെന്ന് അറിയും ഇപ്പൊ എന്താണ് ഇവൻ ഈ കാണിക്കുന്നത്, ഇവൻ ആരും എന്നെ ഭരിക്കാന്നുള്ളത്. പക്ഷെ പെൺകുട്ടികൾക്ക് ഈ സാധനം വരുമ്പോൾ അവർ ഭരിക്കുന്നതും കൺട്രോൾ ചെയ്യുന്നതും അവർ ഇമോഷൻ സാധനങ്ങളൊക്കെ വെച്ച് കളിക്കുന്നതും നമ്മളൊരുമാതിരി ഭ്രാന്താക്കി ആ ഒരു ബോണ്ടിങ്ങിന്റെ അകത്തിട്ട് ടോർച്ചർ ചെയ്യുന്നത് വേറെ രീതിയിലായിരിക്കും, ടോട്ടലി വേറെ രീതിയിൽ. അതായത് ഒരു നാർസിസിസ്റ്റിക് റിലേഷൻഷിപ്പിലാണ്, പക്ഷെ they couldn't still identify it yet. That is the most dangerous category. They will end up breaking up, breaking themselves completely, or they will commit suicide. അന്ന് ഞാൻ ആ മഞ്ഞുടുപ്പിട്ടിട്ട് ഉള്ള ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോക്ക് പകരം എൻ്റെ ഒരു ഫോട്ടോ എൻ്റെ ഇടയിൽ റെസ്റ്റ് ഇൻ പീസ് അനുപമ ഷി കമ്മിറ്റഡ് ആയിരുന്നെങ്കിൽ എനിക്കിന്ന് ഒരുപാട് സ്നേഹം കിട്ടുവേനെ, ഒരുപാട് ബോയ്കോട്ട് കൾച്ചർ നടന്നേനെ, പല ഡിസ്കഷൻസ് നടന്നേനെ. ബട്ട് ദാറ്റ് ഡേ ഐ ചോസ് ടു ഹീൽ and put up a post where I healed from it. എക്സാക്ട്ലി ഈ പോയിന്റ് ആണ് എനിക്ക് എന്റെ ലൈഫായിട്ട് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റി. കാരണം ഞാൻ ഈ ഒരു ഇതിലിങ്ങനെ പ്രാന്താക്കി നമ്മളിങ്ങനെ മെന്റലാക്കും. എന്നിട്ട് നമ്മൾ ആരും അറിഞ്ഞുകൊണ്ട് പോയി പെടുന്നതല്ല. പലരും വിചാരിക്കും അപ്പൊ എന്റെ ഒരു റിലേഷൻഷിപ്പ് കഥ ഒന്നും അല്ല, ഇത് ആർക്ക് വേണമെങ്കിലും സംഭവിക്കാം. ചിലപ്പോൾ കല്യാണം കഴിക്കുന്ന പെൺകുട്ടിയായിരിക്കാം, ചിലപ്പോൾ കാമുകിയായിരിക്കാം, വാട്ടെവർ. ഇത് ആർക്ക് വേണമെങ്കിലും എപ്പോ വേണമെങ്കിലും സംഭവിക്കാവുന്ന ഒരു കാര്യമാണ്. അത് സംഭവിച്ചത് ശരിക്കും അനുഭവിച്ച് മനസ്സിലാക്കി എന്റെ മാത്രമല്ല അതിൽ വിക്ടിമായിരുന്ന ഓൾമോസ്റ്റ് പലരായിട്ട് ഞാൻ സംസാരിച്ചു. സെയിം ആളുടെ വിക്ടിമായിരുന്ന അതിന്റെ ബേസിസിൽ മാത്രം വന്ന് പറയാം.
അത്രയും ഡേഞ്ചർ ആയിട്ടുള്ള ആൾക്കാരുണ്ട്, ആണായാലും പെണ്ണായാലും. അവിടെയൊക്കെ റിലേഷൻഷിപ്പിൽ ചെന്ന് പെട്ട് കഴിഞ്ഞാണ്ടല്ല തീരും മോനെ. ഇപ്പൊ അനുപമ പറഞ്ഞ പോലെ, ഈ പറഞ്ഞ പോലെ ജീവിതം അവസാനിപ്പിക്കുന്നതിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ട്, പിന്നെ എല്ലാം തകർന്നെന്ന് തോന്നിയിട്ടുണ്ട്, എല്ലാം നശിച്ചെന്ന് തോന്നി തോന്നൽ പൊട്ട തോന്നലുകളാ. പക്ഷെ ആ തോന്നലുകൾ ഉണ്ടാക്കി എടുത്തത് ഇവരാ, ഈ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഈ ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ, എന്റെ ഓപ്പോസിറ്റ് നിന്ന ആ വ്യക്തി ഉണ്ടാക്കി എടുത്ത ഒരു സാധനം. ഇപ്പൊ അനുപമയുടെ കേസിലാണെങ്കിലും ആരുണ്ടാക്കി എടുത്തത് നിങ്ങൾക്ക് അറിയാലോ, ആ വ്യക്തികൾ അതുപോലെ ആക്കിയെടുക്കും നമ്മളാ. നമുക്ക് ഒരുപാട് മെന്റൽ പ്രഷർ ഇങ്ങനെ തന്ന് നമ്മളങ്ങോട്ട് പഴുപ്പിക്കും. എന്നിട്ട് ഇവര് തന്നെ വന്നിട്ട് നമ്മളെ ആശ്വസിപ്പിച്ച് നമ്മളങ്ങോട്ട് പാമ്പർ ചെയ്ത് തണുപ്പിക്കും. അപ്പൊ ഈ മദ്യപാനം അല്ലെങ്കിൽ ലഹരിയൊക്കെ ഉപയോഗിക്കുമ്പോൾ ഒരു ഡോപ്പമിൻ എഫക്ട് ഉണ്ടല്ലോ, ആ ഒരു സാധനമാണ് ഇവിടെ വർക്കൗട്ട് ആവണത്. അതായത് എക്സ്ട്രീം സങ്കടം വരുത്തല്, എക്സ്ട്രീം സ്നേഹം തരല്, ഇതിന്റെ എല്ലാത്തിന്റെ ലൂപ്പിന്റെ ഇടയിൽ കിടന്ന് നമ്മളിങ്ങനെ ഹൈയും ലോ ആയിട്ട് ഇങ്ങനെ കിടന്ന് കളിച്ചോണ്ടിരിക്കും. നമ്മളൊരു ഇമോഷണൽ ഡിപെൻഡൻസിയിലേക്ക് പോകും. ആ വ്യക്തിയായിട്ട് ഭയങ്കരമായിട്ട് ഒരു കണക്ഷൻ നമുക്ക് തോന്നിപ്പോറിയാണ്ട്, ഒരു കണക്ഷനും ഇല്ല എന്നുള്ള ഏറ്റവും വലിയ, അവർക്ക് ഒരു കണക്ഷനും ഇല്ല നമ്മളായിട്ട്. അവരെ മെയിൻ കണക്ഷൻ അവരെ കൺട്രോളിൽ നമ്മൾ നിർത്തുക, അവരെ ഇമോഷൻസിന് വേണ്ടി നമ്മളായിട്ട് തട്ടിക്കളിക്കുക എന്നല്ലാണ്ട് ഒരു സ്നേഹം ഒരു സാധനം ഇവിടെ ഇല്ല. ജീവൻ പോവുക എന്നല്ലാണ്ട് വേറെ ഒന്നും അതിന്റെ അകത്ത് കിട്ടാനും പോകുന്നില്ല. എൻഡ് ഓഫ് ദ ഡേ സീരിയസ്ലി അങ്ങനെ ജീവിതം അവസാനിപ്പിക്കാൻ നിന്ന ആളെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ഒരാളെ നേരിട്ട് കണ്ട് സംസാരിച്ചപ്പോ ആ വ്യക്തി ഒരു 3-4 മാസത്തോളമാണ് ഒറ്റയ്ക്ക് ഒരു വീട്ടിലിരുന്ന് കരഞ്ഞു തീർത്തത്. എന്റെ അടുത്ത് പറഞ്ഞ ഈ സെയിം ഞാനീ പറഞ്ഞോണ്ടിരിക്കുന്ന ആള് കാരണം, സെയിം ആള് കാരണം 3-4 മാസത്തോളം നരകിച്ച് വീട്ടിലിരുന്ന് ജീവിച്ചു. അതിലേക്കൊക്കെ വരാൻ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിനൊരു സെപ്പറേറ്റ് സ്റ്റോറി ആയിട്ട് ഞാൻ ചെയ്തു തരാം. അതിനുള്ള വകുപ്പുണ്ട് പോലെ, ഒരു സിനിമയാക്കാനുള്ള സാധനം ഉണ്ട്. ഇറ്റ് വാസ് ജസ്റ്റ് ഐ എം റിയലി ഗ്ലാഡ്. നമുക്ക് യൂണിവേഴ്സ് പലതരത്തിലുള്ള റെഡ് ഫ്ലാഗ് കൊണ്ട് കാണിക്കും. അതായത് നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും നെഗറ്റീവായിട്ട് നടക്കുമ്പോൾ നമ്മളത് കാണില്ല. ചുറ്റുമുള്ള ആൾക്കാരെ കൊണ്ട് മൊത്തം പറയിപ്പിക്കും ദർ ഇസ് സംതിങ് റോങ് ഹാപ്പനിങ് ടു യു, ബട്ട് യു ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ഇറ്റ്. ഫൈനലി യൂണിവേഴ്സ് ഡിസൈഡ് to create a very bizarre, ugly situation in your life where you definitely have to see it right now. And that is the point where you flip. The moment you flip, you wanted to know what happened to you. I'm really glad that moment happened to me so fast. അതിന്റെ ആഫ്റ്റർ ഇഫക്റ്റ് ആയിട്ടാണ് ആ ഫോട്ടോ ഞാൻ പോസ്റ്റ് ചെയ്തത്. നോ, ഐ ഡോണ്ട് തിങ്ക് സോ. 2 വർഷത്തോളം കഴിഞ്ഞിട്ടാണ് സംഭവിച്ചത് അവർക്ക്. എനിക്കൊരു 3-4 മാസം കഴിഞ്ഞ് ഒരു ബ്രേക്കപ്പ് അല്ല, ടോട്ടൽ ഒരു, അതായത് നമ്മളൊരു പറ്റിക്കപ്പെട്ടു എന്ന് പറയാൻ പറ്റത്തില്ല. കാര്യം ഇവരുടെ മാനസികാവസ്ഥയിൽ ഇവര് പറ്റിക്കല്ല ആക്ച്വലി. ഓരോരുത്തരുടെ ലൈഫ് ഇപ്പൊ ഞാനാണെങ്കിൽ ഞാൻ, അല്ലെങ്കിൽ നീയാണെങ്കിൽ നീ കണ്ടോണ്ടിരിക്കാൻ നിന്നെ ഉൾപ്പെടെ ഞാൻ പറയണേ, അങ്ങനെ ആരെങ്കിലും ഓരോരുത്തരെ സെലക്ട് ചെയ്ത് അവരുടെ ലൈഫിലേക്ക് കൊണ്ടുവന്ന് അവരിട്ട് കളിച്ചുകൊണ്ടിരിക്കും. പിന്നെ അത് ഏത് എക്സ്ട്രീം ലെവൽ വരെ അവരെ കൊണ്ടുപോകും. എന്നിട്ട് അവർ കൂടെ നിൽക്കുകയാണെങ്കിൽ ചത്ത ശവത്തിനെ പോലെ കൂടെ ജീവിക്കുക, അത്രേ ഉള്ളൂ. കാര്യം നമ്മുടെ കൺട്രോൾ മൊത്തം അവിടെ ആയിരിക്കും. നമ്മൾ വിചാരിക്കില്ല നമ്മളോട് അത്രയും സ്നേഹവും കെയറും ഭയങ്കര ആത്മാർത്ഥ സ്നേഹം കൊണ്ട് നമ്മളിങ്ങനെ എൻജോയ് ചെയ്ത് ജീവിച്ചു പോയെന്ന്. ഒന്നുമല്ല, കയറ് അവിടെ പിടിച്ചേക്കെ ഇരിക്കും. അതിട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് നമ്മൾ ചാടി കളിച്ചോണ്ടിരിക്കും. ഓക്കെ, പിന്നെ ഈ റെഡ് ഫ്ലാഗുകളുടെ കാര്യം സത്യമുള്ളത്, ഇത് പലപ്പോഴും ഈ ഇങ്ങനത്തെ പേഴ്സണാലിറ്റി ഉള്ള ആൾക്കാരുടെ അടുത്ത് നമ്മൾ കൂടെ ജീവിക്കുമ്പോൾ അല്ലെങ്കിൽ അവരുടെ റിലേഷൻഷിപ്പ് ആകുമ്പോൾ പല സൈൻസ് അവര് തന്നെ നമുക്ക് തരും, തിരിച്ചറിയാൻ പറ്റത്തില്ല. ആ സമയത്തൊക്കെ നമ്മൾ തന്നെ ചിന്തിക്കും, ഓക്കെ ഇതിന്ന് വിട്ടു പോവാ, ഇത് വേണ്ട, നിർത്താന്നൊക്കെ നമ്മൾ തന്നെ ചിന്തിക്കും. ചിലപ്പോൾ ഒരു 100 വട്ടം നമ്മൾ അവരോട് പറയുകയും ചെയ്യും ഞാനിത് കണ്ടിന്യൂ ചെയ്യുന്നില്ല, നിർത്താന്ന്. പക്ഷെ ആ സമയത്തൊക്കെ ഈ വെറ്റുകൾ ഉണ്ടല്ലോ, ഈ സൈക്കോകള് പുറകെ വരും, കാല് പിടിച്ച് കരഞ്ഞു പുറകെ വരും. ശരിയല്ലേ ഞാൻ പറയുന്ന അനുഭവം? ഇതേ കാര്യം തന്നെ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അവര് പുറകെ വന്ന് കൈയും കാര്യം പിടിച്ച് കരയും. അപ്പൊ നമ്മൾ വിചാരിക്കും ഇവർക്ക് ഇത്ര ഇഷ്ടമാണോ നമ്മളെ? അതേ ലൂപ്പിലേക്ക് നമ്മൾ വീണ്ടും വന്ന് വീഴും, പിന്നെ ഇട്ട് കറക്കിക്കൊണ്ടിരിക്കും. എന്റെ ഒരു കേസില് വൻ സീനായി. പക്ഷെ എനിക്ക് മനസ്സിലായി ഇത് എന്തോ പ്രശ്നമുണ്ട്, ഇതിന് തലയ്ക്ക് എന്തോ അസുഖം ഉണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ പക്ക ഫ്ലേർട്ട് ആയിരിക്കും ഞാൻ വിചാരിച്ചത്. പക്ഷെ ഫ്ലേർട്ട് അല്ല, ഇതാണ് ഈ അസുഖമാണ്, ഈ മെന്റൽ അസുഖമുള്ള ആളായിരുന്നത്. അപ്പൊ ഈ വ്യക്തി ആയിട്ട് മൊത്തത്തിൽ അടിച്ച് പിരിഞ്ഞ സമയത്ത് ഈവൻ വീട്ടുകാർ വരെ അറിഞ്ഞ സംഭവം. അതൊക്കെ എനിക്കത് വേണ്ടാന്നുള്ള രീതിയിൽ തന്നെ എനിക്ക് എന്റെ ഫ്രണ്ട്സ് കാര്യങ്ങളായിട്ട് ഞാൻ ഹാപ്പി ആയിട്ട് പോവാം. എന്നിട്ട് വീണ്ടും കൈകാലം പിടിച്ച് മാപ്പും പറഞ്ഞ് കരഞ്ഞു പിരിഞ്ഞു വന്നെന്നുള്ള കോമഡി. ആ സമയത്ത് എന്റെ ഫ്രണ്ട്സ് ഉൾപ്പെടെ, എന്നെ വളരെ ക്ലോസ് ആയിട്ട് നിൽക്കുന്ന ഫ്രണ്ട്സ്, പിന്നെ ഒരു സെലിബ്രിറ്റി മീൻസ് ഞാൻ പേര് പറയുന്നില്ല, എന്റെ സ്വന്തം ബ്രദറിനെ പോലെ കാണുന്ന ആളാ. എന്നെ എല്ലാ ദിവസവും ആ സമയത്ത് വിളിക്കാറുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ആള് തന്നെയാ പുള്ളി. എല്ലാ ദിവസവും രാത്രി വിളിച്ചിട്ട് എന്റെ അടുത്ത് പറയുന്ന ഒരു കാര്യം, അളിയാ നിക്കല്ലേ, എനിക്ക് കിട്ടിയ പണിയാണ്, അന്ന് എന്നെ ഉപദേശിക്കാൻ ആരും ഉണ്ടായില്ല, ഇന്ന് നിനക്ക് ഞാനുണ്ട്, നീ ഒരു കാരണവശാൽ നിക്കല്ല, അല്ലെങ്കിൽ നീ പണിയാനാണെങ്കിൽ ഞാൻ ലീഗലി പൊക്കോ, ഏതറ്റം വരെ പൊക്കോ, ഞാൻ സപ്പോർട്ട് ഉണ്ടെന്ന്. എന്നിട്ട് പോലും കേൾക്കാതിരുന്ന് വെച്ചാൽ ഈ വ്യക്തി വന്ന് സംസാരിച്ച് കൺവിൻസ് ചെയ്യുന്ന രീതി എങ്ങനെയാ? സീക്രട്ട് ആയിട്ട് ആരും അറിയാണ്ട് നൈസായിട്ട് അവരുടെ വീട്ടിൽ പോലും അറിയേണ്ട ആള് വന്നിട്ട് വീണ്ടും നമ്മളായിട്ട് ഒരു വഴി പൊട്ടനാക്കി എന്ന് പറയാൻ പറ്റത്തില്ല കേട്ടോ. കാര്യം എനിക്കപ്പോ ഒരു റെഡ് ഫ്ലാഗ് കിട്ടിയിരുന്നു. സോ ഞാനത് ഭയങ്കര കോൺഷ്യസ് ആയിരുന്നു ഒരു കാര്യത്തില്. സോ അതുകൊണ്ട് പ്രിപ്പയർഡ് ആയിരുന്നു നമ്മള്. എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവള് എപ്പോഴും പറയടാ, എന്തൊക്കെ ഒന്ന് പറഞ്ഞാൽ നമ്മളൊന്ന് പ്രിപ്പയർഡ് ആയിട്ടിരുന്നു. കാര്യം ഇത് 3G ആക്കാനും മൂർച്ചിക്കാനുള്ള പരിപാടിയാണ്. സോ ഞങ്ങൾ പ്രിപ്പയർഡ് ആയിരുന്നു. ഞങ്ങൾ ഞങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങൾ, ഞങ്ങളുടെ വർക്കിന്റെ കാര്യങ്ങൾ, ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, പ്രൊമോഷൻസ്, മറ്റു കാര്യങ്ങൾ, ഇതിന്റെയൊക്കെ ഇതിൽ നമ്മൾ ബിസി ആയിരുന്നു. പക്ഷെ ഇത് രണ്ടാമത് തല്ലിപ്പിരിയണതിന്റെ
ആദ്യത്തെ ഒരു വിഷയം ഇപ്പൊ പറഞ്ഞു. രണ്ടാമത്തെ ഒരു സീൻ നടക്കുന്ന സമയത്ത് ഒരു പാർലറിൽ എന്റെ ഈ ഹെയറിന്റെ കളറിങ് ചെയ്യാൻ വേണ്ടി പ്രൊമോഷൻ ഒരു പാർലറിൽ പോയി. എന്റെ ഇൻസ്റ്റയിൽ കിടക്കേണ്ട വീഡിയോ. വെൽ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു ലേഡി ആയിരുന്നു. മാത്രമല്ല അവർ ഏതോ യൂണിവേഴ്സിറ്റിയിലോ മറ്റോ എന്തോ വർക്ക് ചെയ്തിട്ടുണ്ടെന്നുള്ള ഒരുപാട് പിള്ളേരെ കണ്ടിട്ടുള്ള എക്സ്പീരിയൻസും ഉണ്ട്. അവരന്ന് എന്റെ കൂടെ ഞാൻ ഈ പറഞ്ഞ നെസിസ്റ്റിക് സാധനം കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഈവനിങ് വീട്ടിലെത്തി, നൈറ്റ് വീട്ടിലെത്തി, വീണ്ടും പ്രശ്നങ്ങൾ തുടങ്ങി. എല്ലാ ദിവസവും പ്രശ്നങ്ങളാണ്. പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ട. ഞാനപ്പോ അല്ലെങ്കിൽ ചെറിയ കാരണങ്ങൾക്ക് ഈ വ്യക്തി എന്തിന് ഇത്രയും പ്രശ്നം ഉണ്ടാക്കണേന്ന്. എടാ നിസ്സാര കാര്യം. ആൾ എന്റെ അടുത്ത് പറഞ്ഞത് ലേറ്റ് ആയി പോയി, എന്റെ വീട്ടുകാർ ചീത്ത പറഞ്ഞു, നീ കാരണമാണ്. ഞാൻ വിളിച്ചിട്ട് പോലും അല്ല വന്നത്. എന്നെ വീട്ടിൽ ചെയ്യണ കാണണം എന്ന് പറഞ്ഞിട്ട് ഈ വ്യക്തി തന്നെ വന്നു. ആ വ്യക്തിക്ക് വേണ്ടി ഉച്ചക്ക് വീട്ടിൽ പോകാൻ എപ്പോഴെങ്കിലും പോർന്ന് പോയില്ല, അവിടെ തന്നെ നിന്ന്. എന്നിട്ട് അവിടെ ഒരു പ്രശ്നമായി എന്ന് വരുത്തി തീർത്ത്. പ്രശ്നമായത് അവരെ വീട്ടുകാർ പ്രശ്നം ഉണ്ടാക്കിയതൊന്നുമല്ല. ആ സമയത്ത് വേറെ എന്തോ റിലേഷൻഷിപ്പോ മറ്റോ കാര്യം ഉണ്ടായിരുന്നു. അതിന്റെ ഇടയിൽ കൂടി നൈസായിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. കാര്യം അവിടെ പോയി പറയുന്നത് ഈ കഥയുടേത് ഇവൻ ടോക്സിക് ആണ്, ഇവൻ മറ്റേതാണ്, ഇവൻ മറിച്ചതാണെന്ന്. ഞാൻ എന്നെ മീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഓക്കെ നമ്മുടെ കൂടെ വന്നു, ഹെൽപ്ഫുൾ ആയിക്കോട്ടെ, ഒരു വർക്കിന്റെ കേസിനാണ്, നമുക്ക് അവിടെ പ്രണയം പൂത്തുവരെ ചെയ്യാനോ അല്ലെങ്കിൽ റൊമാൻസ് ചെയ്യാനോ ഒന്നും അല്ല വിളിച്ചത്. ഞാൻ പ്രൊഫഷണൽ ആയിട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുക എന്റെ ലൈഫിൽ. എനിക്ക് ഇമാതിരി ചീപ്പ് പരിപാടിക്കൊന്നും ഒരു താല്പര്യമില്ലേത്. ഒരു റിലേഷൻഷിപ്പ് ആണെങ്കിൽ മാന്യമായിട്ട് കല്യാണം കഴിച്ച് ജീവിക്കുക, അല്ലാത്ത ഈ ഒരുമാതിരി ഊള പരിപാടി ഉണ്ടല്ല, അത് എനിക്കൊരു താല്പര്യമില്ലായിരുന്നു. എന്നെ എല്ലാത്തിലേക്ക് ഇൻസിസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടത് ഈ വ്യക്തി തന്നെ. ഓക്കെ, അതാണ് ഇവരുടെയൊക്കെ ഒരു കളി. നമ്മൾ വിചാരിക്കും ഇവർക്ക് എത്രയും ഇഷ്ടമായിട്ട് അല്ലെങ്കിൽ ഇത്രയും ഭയങ്കര ഇതായിട്ട് നമ്മളോട് ഇങ്ങനെ അടുത്തടുത്ത് വന്നാന്ന്. ഒരു കുന്തോ അല്ല. ഇതുങ്ങളൊക്കെ ഉണ്ടല്ല വേറെ ചിന്തിച്ചു കൊണ്ടൊക്കെ വേറെ രീതിക്കാണത്. ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ അവിടുത്തെ ആ ലേഡി, ഞാൻ പറഞ്ഞ ഈ സ്റ്റുഡിയോ അല്ല, മേക്കപ്പ് സ്റ്റുഡിയോ അല്ല, ആ ലേഡി എന്നെ ഈവനിങ് എന്നെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു, എടാ കാര്യം എന്തൊക്കെ ആയിക്കോട്ടെ, നിങ്ങൾ റിലേഷൻ ആയിരിക്കും, മറ്റായിരിക്കും, മറിച്ചായിരിക്കും, പക്ഷെ എനിക്ക് എന്തോ ഡൗട്ട് തോന്നുന്നുണ്ട്. ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൽ ആ ചേച്ചി പറഞ്ഞ പോലെ വീഡിയോസ് ഒക്കെ എടുക്കുന്നുണ്ട് റാൻഡോട്ട്. ആ ചേച്ചി പറഞ്ഞ വീഡിയോ ഇങ്ങനെ 2-3 വട്ടം കണ്ടിരിയാസ്. അതിൽ നിന്ന് തന്നെ എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ വ്യക്തിക്ക് എന്തോ കുഴപ്പമുണ്ട്. കാര്യം സ്പ്ലിറ്റ് സെക്കൻഡ്സിലാണ് ആളുടെ ഫേഷ്യൽ എക്സ്പ്രഷനും ക്യാരക്ടറും മാറി വന്നത്. ചിലപ്പോൾ ഇപ്പൊ ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കും, നേരെ മറിച്ച് വേറെ ഓപ്പോസിറ്റ് ആയിട്ട്, അതായത് നമുക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് തന്നെ ചിലപ്പോൾ വേറെ എന്തെങ്കിലും പറയും. എന്നിട്ട് അതിൽ നിന്ന് വീണ്ടും കണക്ട് ചെയ്ത് നല്ല ആ ഒരു ഇത് അവർക്ക് പെട്ടെന്ന് കണക്ട് ചെയ്ത് അതിനകത്ത് അന്ന് പറഞ്ഞ ഒന്നില്ലെങ്കിൽ BPD ആണ്, ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ. അതന്നല്ലേ ബോർഡർ ലൈൻ, അതായിരിക്കും. അല്ലെന്നുണ്ടെങ്കിൽ വല്ല ഡ്യുവൽ പേഴ്സണാലിറ്റി ഡിസോർഡർ. ഡ്യുവൽ പേഴ്സണാലിറ്റി ഒന്നും എനിക്ക് തോന്നുന്നില്ല. കാര്യം ഞാൻ സൈക്കോളജിസ്റ്റായിട്ട് സംസാരിച്ച സമയത്ത് അവർ പറഞ്ഞ ബോർഡർ ലൈൻ തന്നെ ആയിരിക്കുള്ളൂ. ഈ കേസ് സംസാരിച്ച് മൊത്തം കഥകൾ കേട്ടപ്പോഴും ബോർഡർ ലൈൻ തന്നെ ആയിരിക്കുള്ളൂ. അത് അവരൊട്ട് തിരിച്ചറിയത്തില്ല, അവരുടെ കൂടെ ഉള്ളത് തിരിച്ചറിയത്തില്ല. ബാക്കിയുള്ളവരുടെ ജീവിതം ഇനി ഒരുപാട് പേരുടെ ജീവിതം ലൈഫ് നഷ്ടപ്പെടും ഉറപ്പായിട്ടും. കൂടെ ഉള്ളവർ തന്നെ ലൈഫ് നശിപ്പിച്ചുകൊണ്ടിരിക്കുക. അത് അവർക്ക് മനസ്സിലായി തുടങ്ങുന്ന സമയത്ത് അവർ നന്നാവട്ടെ. അത്ര എനിക്ക് പറയാനുള്ളൂ. ഏത് കൂടെ ഉള്ളവര്. എന്റെ അമ്മേ, അത് ഓർക്കുമ്പോ പേടിയാണ് ഇപ്പൊ. എളുപ്പമായിട്ടുള്ള ഒരു വഴിയാണ് എന്ന് പറയുന്ന ആൾക്കാരോട് എന്താണ് പറയാനുള്ളത്? അതിലൂടെ കടന്നുപോയ ആൾക്കാർക്ക് മാത്രമേ അത് മനസ്സിലാവുള്ളൂ. അതാണ് അതിന്റെ സത്യാവസ്ഥ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം, ഇപ്പൊ നാർസിസിസ്റ്റിക് അബ്യൂസ് അതെന്താണെന്ന് ആൾക്കാർക്ക് ഫസ്റ്റ് ഓഫ് ഓൾ മനസ്സിലാവില്ല. അത് നമുക്ക് ഒരു വീഡിയോയിലൂടെയോ അല്ലെങ്കിൽ ഒരു അരമണിക്കൂറിലൂടെയോ നമുക്ക് ഒരാളെ കൊണ്ട് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമല്ല. സോ ഇമാജിൻ മൈ ഫാമിലി, മൈ ഡിയറസ്റ്റ് ഫ്രണ്ട്സ്, അല്ലെങ്കിൽ എൻ്റെ ചുറ്റുള്ള എൻ്റെ സ്റ്റാഫ് ഹു ആർ ദേർ വിത്ത് മീ ഓൾ ദ ടൈം. They all knew from the beginning it is not right for me, because they see a change in me. They see me shrink. When you're in a healthy relationship, you grow, you bloom, you be happy. ഈ നാർസിസിസ്റ്റിക് അബ്യൂസിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് അത് ഭയങ്കര സൈലന്റ് ആയിട്ട് നടക്കുന്ന ഒരു കാര്യമാണ്. ഇറ്റ്സ് നോട്ട് എ ലൗഡ് തിങ്. സത്യം, എന്റെ കൂടെ ആയിക്കോട്ടെ അല്ലെങ്കിൽ നിങ്ങളുടെ പലരുടെയും ഇതുപോലത്തെ വ്യക്തികൾ ലൈഫിൽ വന്നിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പൊ ചിന്തിച്ചു നോക്കി അറിയാം, അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾ അതിൽ കൂടി പൊക്കോണ്ടിരിക്കുകയാണെങ്കിൽ അറിയാം, പലരും വന്ന് പറഞ്ഞിട്ടുണ്ടാവും ഇതൊന്നും റൈറ്റ് അല്ല, നിങ്ങളുടെ ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട്, നിങ്ങൾ ഒരുപാട് മാറിപ്പോകുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങളുടെ വർക്കിന്റെ കാര്യത്തിൽ, നിങ്ങളുടെ ഡെയിലി റുട്ടീൻ, നിങ്ങളുടെ പാറ്റേൺ, നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ എല്ലാം മാറിക്കൊണ്ടിരിക്കുന്നുണ്ടെന്ന് മറ്റുള്ളവർ ചൂണ്ടിക്കാണിച്ചു തരും. കാരണം യഥാർത്ഥമായിട്ട് നമ്മളെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നമ്മൾ എങ്ങനെ ഇരിക്കുന്നു അങ്ങനെ അവർ അക്സെപ്റ്റ് ചെയ്ത് സ്നേഹിക്കും. നമ്മൾ അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പോയാൽ മതി. നമ്മൾ എന്തെങ്കിലും നെഗറ്റീവ്സോ അല്ലെങ്കിൽ മോശമായിട്ടുള്ള ക്യാരക്ടർ ഉണ്ടെങ്കിൽ മാറ്റും. ദാറ്റ്സ് ഓക്കെ, ദാറ്റ്സ് ഫൈൻ. അതിപ്പോ എല്ലാവരും കൂടെ നിൽക്കുന്നവരാരും പറയും ഇവിടെ ശരിയല്ല നമ്മൾ. പക്ഷെ ഇങ്ങനത്തെ ഉള്ള വ്യക്തികൾ കൂടെ വന്നാലല്ല, കൂടെ ഉണ്ടെങ്കിലല്ല, നമ്മളെ മാറിപ്പോകും, ക്യാരക്ടർ തന്നെ പോകും നമ്മുടെ. എനിക്ക് അതാണ് ആക്ച്വലി സംഭവിച്ചത്. എന്റെ ക്യാരക്ടർ നഷ്ടപ്പെട്ടു പോയി എന്ന് എനിക്ക് മനസ്സിലായി. ദൈവത്തോർത്ത് ഇതിപ്പോ ഇവര് പറഞ്ഞ പോലെ തന്നെ ഒരു വീഡിയോ കൂടി ഒന്നീകൂടി മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്ന കാര്യമില്ല. എത്ര പറഞ്ഞാലും നിങ്ങൾക്ക് ആർക്കും മനസ്സിലാവത്തില്ല. ഇതെല്ലാം നിങ്ങൾ ഈ വീഡിയോ കാണുന്നതോടുകൂടി ഇതിലെല്ലാ കാര്യങ്ങളും ഞാൻ എന്റെ എക്സ്പീരിയൻസിൽ നിന്ന് ഉൾപ്പെടെ പറയുന്ന കാര്യങ്ങൾ നിങ്ങളൊന്ന് അനലൈസ് ചെയ്യും. ശരിയാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂടെ ഉള്ള ആൾ ഈ ടൈപ്പ് ആണെന്നുണ്ടെങ്കിൽ പൊന്നു മക്കൾ എത്രയും പെട്ടെന്ന് രക്ഷപ്പെട്ടോ. ചിലപ്പോൾ ഞാൻ ഈ പറഞ്ഞ ഏതെങ്കിലും പയ്യന്മാര് വീഡിയോ കണ്ടെങ്കിൽ ഞാനിപ്പോ ഈ പറഞ്ഞോണ്ടിരിക്കുന്ന കഥയിലുള്ള ആള് ചിലപ്പോൾ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ഇപ്പോ പറയാൻ പറ്റത്തില്ല, ബിക്കോസ് ആളുടെ ഒരു പ്രീവിയസ് ഹിസ്റ്ററി എല്ലാം നോക്കുമ്പോ മാൻ എനിക്കത് എങ്ങനെ പറയണേന്ന് അറിയില്ല. ഇത്രയും ഹൈലി മാനിപ്പുലേറ്റീവ് ആയിട്ട് ഓരോരുത്തരുടെ അടുത്ത് റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്ന ആളാണ്. ഹൈലി മാനിപ്പുലേറ്റീവ്. ആൾക്ക് എല്ലാരും കല്യാണം കഴിക്കണം. കല്യാണം എന്ന് പറഞ്ഞാൽ കയറി കഴിഞ്ഞാൽ കല്യാണമേ നിർത്തുന്ന രീതിയിലേക്ക് ആക്കി തരും നമ്മളെ. സത്യം, ഒരു പെൺകുച്ചിനെ കണ്ടു കഴിഞ്ഞാൽ ഓടി അട്ടപ്പുറത്ത് വിളിക്കുന്ന രീതിയിലേക്ക് ആക്കി തരും. പക്ഷെ അതല്ല സത്യം, എല്ലാവരും ഒരുപോലെ അല്ല. ഇതൊരു സ്പെഷ്യൽ സാധനമാണത്.
എനിക്ക് വേണം ഗവൺമെന്റ് വല്ല നാട് നടത്താൻ വല്ല ഓർഡർ ഇടണം, വല്ല ശൂന്യാകാലത്തൊക്കെ കാര്യം പറത്തിടണ്ടായിട്ടോ, അല്ലെങ്കിൽ ഇവിടെ ഈ നാട്ടിൽ ജീവിക്കുകയാണെങ്കിൽ ഞാൻ പറയാം, എനിക്ക് ഉറപ്പാ ഇപ്പൊ ഇനി ഒരു 2 മാസത്തിനുള്ളിൽ അടുത്ത ഒരാള് എന്നെക്കായും അല്ലെങ്കിൽ എനിക്ക് മുമ്പ് ഉണ്ടായിരുന്ന പലരും ഉണ്ട്, അവരെക്കായും മോശം അവസ്ഥയിലേക്ക് അടുത്ത ഒരാൾ എത്തും, ഉറപ്പായിട്ട് എത്തും. ഇപ്പൊ ചിലപ്പോ ഇതിന്റെ ഇടയിൽ കൂടി തന്നെ പൊക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് ചിലതൊക്കെ സംശയമുണ്ട്, പാവങ്ങളുടെ അവസ്ഥ ആലോചിച്ച് നോക്കുമ്പോ ഇപ്പൊ ചിരിവന്നെ കാര്യം നമ്മ ആ അവസ്ഥയെന്നാണ് വന്നത്. People think narcissist എന്ന് പറഞ്ഞ ആൾക്കാർ they love themselves a lot, but actually they hate themselves. They're the most insecure people you can find. They have no self-worth. They are like empty vessel basically. So അവർക്ക് basically വേണ്ടത് control ആണ്, because they have nothing. They want a validation about themselves constantly. They are attention seekers. They need validation to survive. അതാണ് അവരുടെ സപ്ലൈ. സോ നൗ നമുക്ക് വിചാരിക്കാം, അപ്പോൾ then they can find a girl who is like പാവമായിട്ടുള്ള പറഞ്ഞത് കേൾക്കുന്ന പെൺകുട്ടിയാണോ. The opposite poles attract. They attract someone who is extremely different from that. Okay. By extremely confident ആയിട്ടുള്ള, independent ആയിട്ടുള്ള a person who feels extremely secure. അങ്ങനത്തെ ഒരാൾക്കാരെ they target them. And they try to observe them, they kind of mirror them. And then emotionally നമ്മളെ എങ്ങനെ ട്രാപ്പ് ചെയ്യാന്നുള്ളത് അവർക്ക് കറക്റ്റ് ആയിട്ട് അറിയാം. Okay. They're extremely good performers. കറക്റ്റ് സാധനമാണത്. ഞാൻ ഇതിലൊക്കെ ഭയങ്കരമായിട്ട് ക്യാച്ച് ചെയ്ത് ഇവര് പറയുന്ന കാര്യങ്ങള്. പക്ഷെ എനിക്ക് എന്തെങ്കിലും അനുഭവം നേരിട്ട് കാണാൻ പറ്റുകയാണെങ്കിൽ ഞാൻ ഇതൊന്ന് നേരിട്ട് സംസാരിക്കും. കാരണം എന്റെ കൂടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ ആ ആളെയും അനുപമയുടെ ഈ പറഞ്ഞ ആളെയും കൂടി ഒരുമിച്ചാക്കി കഴിഞ്ഞാൽ സെറ്റ് ആയിരിക്കും, അടിപൊളി ലൈഫായിരിക്കും. ഇവിടെ മോനെ ഇവര് ഞാൻ പറഞ്ഞില്ലേ, ഒന്ന് ഹൈലി മാനിപ്പുലേറ്റീവ് ആയിരിക്കും ഇങ്ങനത്തെ ആൾക്കാർ. പിന്നെ എന്റെയൊക്കെ കേസിൽ എന്റെയൊക്കെ വീഡിയോസിൽ നിന്ന് തന്നെ എന്റെ ക്യാരക്ടർ അനലൈസ് ചെയ്തു. പക്ഷെ ഞാൻ റിയൽ ലൈഫിൽ എന്ത് ചെയ്തു വെക്കുന്നു, എത്രത്തോളം എന്റെ കാര്യങ്ങളുണ്ട്, എവിടേക്കുള്ള ഒരു ഹോൾഡ് ഉണ്ട്, അല്ലെങ്കിൽ എങ്ങനെയുള്ള ഒരു ബന്ധങ്ങളാണ് ഞാൻ ചിന്തിക്കുന്ന, റിയൽ ലൈഫിൽ ഞാൻ ചിന്തിക്കുന്ന കാര്യങ്ങൾ, എന്റെ പെരുമാറ്റം, എന്റെ ഫ്രണ്ട് സർക്കിളിനെ കുറിച്ചൊന്നും യാതൊരു ഐഡിയ ഇല്ലായിരുന്നു. കുറെ വീഡിയോസ് കണ്ട് ഇൻസ്പയർഡ് ആയതുകൊണ്ട് കോൺടാക്ട് ചെയ്യുന്ന പോലും. അങ്ങനെ സംസാരിച്ചു ഈ വ്യക്തി ശരിക്കും എന്നെ ഒബ്സർവ് ചെയ്യായിരുന്നു. എന്റെ വീക്ക് പോയിന്റ്സ് എല്ലാം ഒബ്സർവ് ചെയ്തിട്ട്, ഇത് നിങ്ങളുടെ എല്ലാവരുടെ ലൈഫിൽ സംഭവിക്കുന്ന കാര്യമുണ്ട്, എല്ലാവരുടെ ഇങ്ങനെ തന്നെ ആയിരിക്കും ഇതുപോലത്തെ ആൾക്കാർ. ഇത് വെച്ചിട്ട് ഒരു ഇമോഷണൽ സ്റ്റോറി ഇറക്കും. മോസ്റ്റ് ഓഫ് ദ കേസസ് ഈ സ്റ്റോറി സെയിം ആയിരിക്കും. ഇവരുടെ ലൈഫിൽ എപ്പോഴെങ്കിലും സംഭവിച്ചാണ് 1-2 കാര്യങ്ങൾ, അതിൽ കുറെ പൊടിപ്പും തൊങ്ങലും ചേർത്ത് കേൾക്കുമ്പോൾ ചിലപ്പോൾ സിനിമാ കഥയാണോ സീരിയൽ കഥയാണോ നോക്കും. എന്റെ കേസിൽ എവിടെയോ വായിച്ച സിനിമയോ സീരിയലോ കഥ, പിന്നെ കുഞ്ഞുനാളിലുള്ള കുറെ അനുഭവങ്ങൾ ആ വ്യക്തിയുടെ. അതായത് ഞാൻ മറ്റൊരാളിൽ നിന്ന് കേട്ടൊരു കാര്യമാണ്, എന്താ ഈ പള്ളിയിലെ തങ്ങള വല്യമ്മാമ അങ്ങാണ്ട് മരിച്ചുപോയ വല്യമ്മാമ എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഇങ്ങനെ ഇരുന്ന് ആടുകയൊക്കെ ചെയ്യുമായിരുന്നു ഇയാളുടെ കൂടെ ഉള്ള സമയത്തൊക്കെ. അങ്ങനെ 2-3 പേര് എന്റെ അടുത്ത് ഇതേ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഒരു ഇതാക്കും, എന്നിട്ട് ഞങ്ങള് മറ്റേ തങ്ങളുടെ കുടുംബമാണ്, ഞങ്ങൾ മന്ത്രവാദമൊക്കെ ഉള്ള തലോട് എന്നൊക്കെ പറയും. സോ ഈ കുട്ടിയുടെ മനസ്സിൽ ഓൾറെഡി ഈ സാധനങ്ങൾ ആരൊക്കെയോ ഫീഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ശരിക്കും പറഞ്ഞ ട്രീറ്റ്മെന്റ് കൊടുക്കേണ്ട കേസാണ്. ഇതിന് ഇങ്ങനെ അയച്ചു വിട്ടേക്ക് ഇപ്പോഴും. ഞാൻ ആരെ പറഞ്ഞ് മനസ്സിലാക്കാനാ, അനുഭവിക്കാനുള്ള അനുഭവിച്ചോട്ടെ. എത്ര എനിക്ക് പറയാനുള്ളൂ ഇതിന്റെ അകത്ത്. ഞാൻ എന്തോ രക്ഷപ്പെട്ടു എന്റെ ഭാഗത്തിന്. ഞാൻ കാരണം ഇപ്പൊ കുറച്ചു പേർക്ക് കാര്യങ്ങൾ മനസ്സിലായി, അവരും ഹാപ്പി ആയിപ്പോ. ഇനി വന്നവന്മാര് പെട്ട് ഉറപ്പാ, ആരെങ്കിലും ജീവിതം അവസാനിപ്പിക്കുക, അതോടുകൂടി ഇയാൾ പിടിക്കപ്പെടുക ചെയ്യുക ഉറപ്പാ. അവിടം വരെ എത്തിക്കും. ഞാൻ പറയില്ലേ, ഇതുപോലെ ഇങ്ങനെ രാത്രി ഇരുന്ന് ഇങ്ങനെ ആടുക, എന്തെങ്കിലുമൊക്കെ കുറിക്കുക, തലകുത്തിന്നും ഇതാവുക, അങ്ങനെ ഇങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. എടാ ഇതിന് അതാ പറഞ്ഞത്, നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി പ്ലസ് സൈക്കോ, എക്സ്ട്രീം സൈക്കോ, ഇതെല്ലാം കൂടി ചേർന്നൊരായിട്ട് പറഞ്ഞത് നമ്മുടെയൊക്കെ ലൈഫിൽ ഒന്നും പോയത്. അതുകൊണ്ട് എനിക്ക് അനുപമേനേക്കായി കൂടുതൽ ഡബിൾ എക്സ്പീരിയൻസ് ഉണ്ട് ഈ ഒരു കേസിൽ. കുറച്ച് നാളുകൊണ്ട് എന്റെ മോനെ ഞാൻ ആ കേസ് മൊത്തം ഇരുന്ന് പഠിക്കുകയായിരുന്നു ആക്ച്വലി. പിന്നെ ഇവര് പറഞ്ഞ പോലെ തന്നെ ഇവർക്കൊരു ഒന്നുമില്ല, ഇവര് എന്തൊക്കെയോ ആണെന്ന് ഇങ്ങനെ നമ്മുടെ അടുത്ത് പറഞ്ഞു കിടക്കും. പക്ഷെ അവർക്ക് തന്നെ നന്നായിട്ട് അറിയാം അവരൊരു തേങ്ങയല്ല, അവർ ഭയങ്കര ഇൻസെക്യൂർഡ് ആണ്. ഈ വ്യക്തി എന്റെ അടുത്ത് പലതവണ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഭയങ്കര ഇൻസെക്യൂരിറ്റീസ് ഉണ്ട്. ദാറ്റ്സ് ഇറ്റ് സെൽഫ് ഷോസ് ഈ വ്യക്തി അങ്ങനെ ആയിരുന്നു എന്നുള്ളത്. ഇപ്പൊ എന്റെ വീഡിയോ ചിലപ്പോൾ എപ്പോഴെങ്കിലും ഇരുന്ന് കാണണ്ടാവും, കാണണമെങ്കിൽ സ്വയം മനസ്സിലായിക്കോ. ഈ ഇൻസെക്യൂരിറ്റി ഉണ്ടെന്ന് പറഞ്ഞു കിടക്കലും ഈ ട്രോമ, ആള് മെയിൻ പറയുന്ന ഒരു ട്രോമ എന്ന് പറഞ്ഞു. എനിക്ക് ആ ട്രോമയുണ്ട് ഈ ട്രോമയുണ്ട് ഉണ്ടേണ്. ഒരു ട്രോമയില്ല, ഇവര് കാരണം എത്ര പേർക്ക് ട്രോമ ഉണ്ടായി കിടക്കണമെന്ന് അറിയൂ. ഞാൻ കണ്ട് സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ എന്നെ തിരിച്ചറിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്ന് സംസാരിക്കുമ്പോൾ ഞാൻ എന്റെ വീഡിയോസിൽ കൂടി പലതും റിലേറ്റ് ചെയ്ത്, ബ്രോ എനിക്കും ഇങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടാവും. ഞാൻ ആളാരാ എന്നെ ആളെന്ന് പറഞ്ഞൊരു വേസ്റ്റ് അങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. എനിക്ക് അങ്ങനത്തെ ഒരു അനുഭവം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ നമ്മൾ കണക്ട് ചെയ്ത് വരുമ്പോഴേക്കും ഈ വ്യക്തി എല്ലായിടത്തും പറയുന്ന ഒരു ട്രോമ കഥയുണ്ട്. അനുപമ ഇതിൽ പറയുന്നുണ്ട് ഒരു ട്രോമ കഥ, ട്രോമയുടെ ഒരു ഇത്. അതായത് ഇവരുടെ ട്രോമ അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി എടുത്തിട്ട് ഇവരൊരു കഥ പറയും. അവരത് കുറച്ച് മാനിപ്പുലേറ്റീവ് സാധനം പറയും, നമ്മളെ പെട്ടെന്ന് കണക്ട് ചെയ്യിപ്പിക്കുക, അവരായിട്ട് ഒരു സിമ്പതി കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി എടുപ്പിക്കുക അവരുടെ അടുത്തേക്ക് ഒരു ഇമോഷണൽ കണക്ഷൻ നമ്മളെ ആക്കിയെടുക്കും. എന്നിട്ട് ഇതെല്ലാം സെറ്റായി തോന്നുമ്പോൾ ഇവര് കയറി നമ്മുടെ മേലെ കയറി കളിക്കാൻ തുടങ്ങുന്നത്. അതിൽ പെൺകുട്ടികളാണെന്നുണ്ടെങ്കിൽ വേറെ രീതിയിലുള്ള കളി, ആൺകുട്ടികളാണെങ്കിൽ ഒരു ഭരണവും കാര്യങ്ങളായിരിക്കും, പെൺകുട്ടികളാണെങ്കിൽ അങ്ങനെ കയറി പരിക്കല്ല, അതൊരു ഇമോഷണൽ ഭരണമായിരിക്കും.
നമ്മൾ ഇവരുടെ ട്രാപ്പിലാണ് ലിറ്ററലി. നമുക്ക് മനസ്സിലാവില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ കോമഡി. അകത്ത് അവർ ക്ലോസ് പീപ്പിളിന്റെ അടുത്ത് ഒരു രീതിയിലും when they step out of that house they're a total different person. They'll be the most charismatic, the most gentle, kind, shy, charming, very very charming kind of people. So in the initial days they show a version of that to you and they identify your weakness. Appo generally they target empaths who has a lot of empathy. അപ്പോൾ എൻ്റെ ഒരു വിഷയത്തിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ എം എൻ എംപാത്ത്. അവർ നമ്മുടെ ഈ ബേസിക് നേച്ചേഴ്സിനെ ഒബ്സർവ് ചെയ്ത് ദേ ട്രൈ ടു കൈൻഡ് ഓഫ് മിറർ അസ്. അതായത് നമ്മുടെ വാല്യൂസും അവരുടെ വാല്യൂസും ഏകദേശം ഒരേപോലെയാണ്. ലൈക്ക് ഇപ്പം ഞാൻ ഒരു കുറേ ട്രോമകളിലൂടെ കടന്നു പോയതാണ്. അപ്പോൾ ദേ വിൽ ഓൾസോ ലൈക്ക് സ്ലോലി സ്റ്റാർട്ട് ഓപ്പണിംഗ് അപ്പ് അബൌട്ട് ദിയർ ട്രോമാസ് ആൻഡ് വാട്ട് എവർ ദേ വെന്റ് ത്രൂ. സോ വി സ്റ്റാർട്ട് കൈൻഡ് ഓഫ് ഫീലിംഗ് ഒരു എംപത്തി, ഒരു സിമ്പത്തി, കണക്ഷൻ തോന്നും. ദെൻ വി സ്റ്റാർട്ട് ടോക്കിംഗ് അബൌട്ട് us. അപ്പോൾ this person would want to know more about us. അപ്പം നമ്മുടെ ലൈഫിൽ ഇന്നേ വരെ ഒരാളും ചോദിക്കാത്ത അത്ര ഇൻഫർമേഷൻസ് നമ്മളെ കുറിച്ച് ചോദിക്കുകയും നമ്മൾ അത്രയധികം ഡീപ്ലി മനസ്സിലാക്കുന്ന സമയത്ത് വാട്ട് വി സൈക്കോളജിക്കലി ഫീൽ ഇസ് ദാറ്റ് ഇറ്റ്സ് എ ട്വിൻ ഫ്ലെയിം. ലൈക്ക് എക്സാക്ട്ലി ഞാൻ നേരത്തെ പറഞ്ഞ സെയിം കാര്യം തന്നെ പറയുന്നത്. ട്വിൻ ഫ്ലെയിം, നമുക്കൊരു കണക്ഷൻ തോന്നല്, ആത്മബന്ധം, മറ്റേത് മറിച്ചത്, മേഡ് ഫോർ ഈച്ച് അതർ, ഇതൊക്കെ ഇവർ ഉണ്ടാക്കിയെടുക്കും. ഇതാണ് ഏറ്റവും വലിയ കോമഡി. ശരിക്കും രണ്ട് റിയൽ പേഴ്സൺസ്, രണ്ട് വ്യക്തികൾ തമ്മിൽ ഇഷ്ടപ്പെടുമ്പോൾ, സ്നേഹിക്കുമ്പോൾ രണ്ട് വ്യക്തികളും രണ്ട് രീതിയായിരിക്കും, രണ്ട് ക്യാരക്ടേഴ്സ്, രണ്ട് ഇഷ്ടങ്ങൾ എല്ലാം. ചിലതൊക്കെ കുറച്ച് കോമൺ ആയിട്ടുണ്ടാവും. പക്ഷെ എന്നുവെച്ചാൽ മനസ്സിലാക്കിയിട്ട് സമയം കൊടുത്താണ് നല്ലൊരു റിലേഷൻഷിപ്പ് ഫോം ആയി വരുന്നത് പോലും. പക്ഷെ ഇതുപോലത്തെ ക്യാരക്ടറുള്ള ആൾക്കാർ എന്താ പറയുക, പെട്ടെന്നായിരിക്കും ഇതിലേക്ക് എത്തിക്കുന്നത്, നമ്മളെത്തിക്കും. എവരവിടെ കിടന്ന് വേറെ പരിപാടി ആയിരിക്കും, പക്ഷെ നമ്മളെ ഇതിനകത്ത് ഒരു കറക്റ്റ് ആയിട്ട് എത്തിക്കും. ഇമോഷണലി എല്ലാം നമ്മുടെ കഥകളൊക്കെ മനസ്സിലാക്കി. അതുപോലെ ഞാൻ പറയില്ലേ, ഒരു ട്രോമ കഥകൾ ഇറക്കും. അതായത് ഈ വീഡിയോ ആണ് പയ്യന്മാരെടുത്ത്, മലയാളി പയ്യന്മാരെടുത്ത് ഒരു കാര്യം പറയാം. ഞാൻ ഈ പറഞ്ഞു നടക്കുന്ന എന്റെ ഈ വ്യക്തി, എന്റെ ലൈഫിൽ ഉണ്ടായിരുന്ന വ്യക്തിയുടെ പരിപാടി തന്നെയാണ്. സോഷ്യൽ മീഡിയ മറ്റൊക്കെ ആയിട്ട് ഇങ്ങനെ തപ്പി നടക്കും. അല്ലെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ആൾക്ക് നേട്ടമുള്ള ഫിനാൻഷ്യലി, ഫിസിക്കലി, പിന്നെ ഏതെങ്കിലും സെലിബ്രിറ്റി, മറ്റു സാധനങ്ങൾ, അല്ലെങ്കിൽ ഏതെങ്കിലും ബൈ പ്രൊഫഷൻ എന്തെങ്കിലും ഫിലിം, മൂവീസ്, ഈ ഫാഷൻ, ഇതൊക്കെ റിലേറ്റഡ് ആയിട്ടുള്ള കുറെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ, ഇങ്ങനെയുള്ള കുറെ ടൈപ്പ് ഓഫ് ആൾക്കാർ, അല്ലെങ്കിൽ എന്തെങ്കിലും എന്താ പറയാ ഒരു എന്റർടൈൻമെന്റ് സെക്ഷൻ കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കുന്ന ആൾക്കാരെ ആണ് കൂടുതൽ ടാർഗറ്റ് ചെയ്യുന്നത്. അത് കൂടുതലും മുസ്ലിംസിനെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്. അല്ലാത്തവരുണ്ട്, ഇപ്പൊ നമ്മൾ അറിഞ്ഞിടത്തോളം അല്ലാത്ത ഒരുപാട് പേരുണ്ട്. പിന്നെ കുറെ പേരെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. സൂക്ഷിക്കുക. ഞാനിപ്പോ ഈ പറഞ്ഞ കഥകൾ വെച്ചിട്ട് കണക്ട് ചെയ്തിട്ട്, അല്ലെങ്കിൽ എന്റെ ലവ് സ്റ്റോറിയുടെ വീഡിയോ നിങ്ങളൊന്ന് കണ്ടു നോക്കാൻ വേണമെങ്കിൽ അത് വെച്ച് കണക്ട് ചെയ്തിട്ട് ആരെങ്കിലും ഇതുപോലെ നിങ്ങളുടെ അടുത്ത് വന്ന് സംസാരിച്ച് നിങ്ങളെ വീട്ടിൽ ഇപ്പൊ നിലവിൽ നിങ്ങൾ അതിൽ കൂടി പൊക്കോണ്ടിരിക്കുകയാണെങ്കിൽ എന്റെ ഇൻസ്റ്റയിൽ ഒന്ന് കണക്ട് ചെയ്തേക്ക്. സെയിം ആള് തന്നെയാണെങ്കിൽ പൊന്നു മക്കളെ രക്ഷപ്പെട്ടു, അത്ര ഞാൻ പറയുന്നുള്ളൂ. കാരണം എനിക്കറിയാം നല്ലതായിട്ട്, എനിക്ക് നല്ല അനുഭവം ഉണ്ട്. എന്നെയൊക്കെ കൂടുതൽ നരകിച്ച് പണ്ടാറൊടിക്കുന്നമാരെ എനിക്കറിയാം. ഞാൻ അതാലോചിക്കുമ്പോ ഞാനിതിപ്പോ ചിരിച്ചുകൊണ്ട് പറയുന്നത് അറിയോ, നമ്മളിതൊക്കെ ഈ അനുപമ പോലെ തന്നെ ഞാനും ഇതിന്ന് ഹീൽ ചെയ്ത് പുറത്തു വന്നൊരു വ്യക്തിയാണ്. അതിന്റെ ഒരു കോൺഫിഡൻസിലെ പറയണേ. ഇതിൽ നിന്ന് പുറത്തു വന്നു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ പന്നിപ്പൊളിയാ, അട്ടിപ്പൊളിയാ. ഇവറ്റകളൊക്കെ കാണുമ്പോൾ പട്ടി വില പോലും നമ്മളിതിന് കൊടുക്കത്തുമില്ല. അതിന് പുറത്ത് കിടക്കണം നിങ്ങൾ എല്ലാവരും. ഇങ്ങനത്തെ എന്തെങ്കിലും വള്ളി കെട്ടി പെട്ട് കിടക്കുകയാണെങ്കിൽ അത്ര എനിക്ക് ആഗ്രഹമുള്ളൂ. ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും സ്വയം മനസ്സിലാക്കാൻ നിങ്ങളുടെ കൂടെയുള്ള വ്യക്തി ഇങ്ങനത്തെ ആളാണോ, വെദർ ഇറ്റ് ഈസ് ബോയ് ഓർ ഗേൾ. ഞാൻ പറയാം, ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ഇങ്ങനത്തെ ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള ആളാണെന്നെങ്കിൽ എത്രയും പെട്ടെന്ന് പുറത്തെടുക്കാൻ നോക്കാതില്ല. അതുകൊണ്ട് ഒന്നും കിട്ടാൻ പോകുന്നില്ല നിങ്ങൾക്ക്, ജീവിതം നശിയില്ലാണ്ട്. വൾണറബിൾ ആവുകയാണ്, നമ്മൾ എക്സ്ട്രീംലി വൾണറബിൾ ആണ്. ആൻഡ് ദിസ് ലവ് ഫീൽസ് so right. They are very very convincing with their performance that it feels so right that you get so connected to the person that you feel like എൻ്റെ അച്ഛനും അമ്മയും പോയിട്ട് എന്നെ എൻ്റെ ജീവിതത്തിൽ ഒരാൾക്ക് പോലും എന്നെ ഇത്ര മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. That is the love bombing phase. That's the first phase of narcissism where they love bomb you. and how long was that phase for you? It's like you can't differentiate it, because like 2 years, അതായത് ഈ റിലേഷൻഷിപ്പ് itself is trans. ഇതിനുള്ളിൽ കൂടെ തന്നെ പാരലലി അവർ ഡെവലപ്പ് ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട്, കൺട്രോളിങ് ഫേസ്. സ്ലോലി ദേ സ്റ്റാർട്ട് ടേക്കിംഗ് കൺട്രോൾ. അത് ഭയങ്കര സ്വീറ്റ് ആയിട്ട് അവരെടുക്കാതെ, ലൈക്ക് ഭയങ്കര സ്ട്രാറ്റജിസ്റ്റ് ആണ് ആക്ച്വലി. നമ്മൾ തരത്തിലുള്ള കൺട്രോൾ ആണ് അനുവിനെ ഫേസ് ചെയ്യേണ്ടി വന്നത്? ഇവരുടെ കൺട്രോൾ എന്ന് വെച്ചാൽ ഇവരെ ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ അടുത്ത് വന്ന് പറയാ, ശരി ഈ ഡ്രസ്സ് എന്നിടണ്ട എന്ന് പറഞ്ഞാൽ യു അണ്ടർസ്റ്റാൻഡ് സംതിങ് നോട്ട് റൈറ്റ്. ദാറ്റ്സ് നോട്ട് ഹൗ ഇറ്റ് ഇസ്. നമ്മളെ കൊണ്ട് തന്നെ നമ്മുടെ ബ്രാഞ്ചസ് കട്ട് ചെയ്യുക എന്നുള്ളതാണ് അവർ ഏറ്റവും വലിയ സ്ട്രാറ്റജി. കറക്റ്റ് ആണ്. അതായത് നമ്മുടെ ഇഷ്ടങ്ങളോ നമ്മുടെ ആഗ്രഹങ്ങളോ ഒന്നും അവിടെ നടക്കത്തില്ല. നമ്മൾ വിചാരിക്കും ഓക്കെ എന്റെ ചേട്ടന് വേണ്ടി അല്ലെങ്കിൽ എന്റെ പെണ്ണിന് വേണ്ടി എന്ന് പറഞ്ഞ് നമ്മൾ ഓരോന്ന് ചെയ്തു പോകും. കാരണം സ്നേഹത്തിൽ കലർത്തിയ വിഷമാണ് ഇവര് നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. അവസാന നിമിഷം വരെ മനസ്സിലാകത്തില്ല. എനിക്ക് എന്റെ ഡ്രസ്സിങ്, അതായത് എനിക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് എനിക്ക് ഇഷ്ടമുള്ള പോലെ ഞാൻ ഡ്രസ്സ് ഇട്ടാൻ പോകണം. എനിക്ക് അങ്ങനെ വലിയതായിട്ടും ഞാൻ ചിന്തിക്കാറൊന്നുമില്ല. എനിക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഡ്രസ്സിന്റെ അലമാരി എടുക്കും പോകും. 2-3 ഇന്റർവ്യൂസിന് പോണ സമയത്ത്, ചാനൽ ഇന്റർവ്യൂസിന് പോണ സമയത്ത്, അതൊക്കെ യൂട്യൂബിൽ കിടക്കണ്ട കേട്ടോ എന്റെ ഈ ചാനൽ ഇന്റർവ്യൂസ്. അതിന് പോണ സമയത്ത് എന്റെ ഡ്രസ്സിങ്,
ഞാൻ എനിക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് ഇടുമ്പോൾ പറ്റൂല, അങ്ങനെയല്ല ഇങ്ങനെയല്ല പറയുന്ന കേട്ടാ തോന്നുന്നത് എന്താണ്ട് വലിയ എക്സ്പീരിയൻസ് ആണെന്ന്. അങ്ങനെയാണ് പോർട്രേറ്റ് ചെയ്ത് വെക്കണേ. എനിക്കിതെല്ലാം അറിയാം, നീ എന്താ അറിഞ്ഞിട്ട് പറയുന്നത്, എനിക്ക് ഇതൊക്കെ നന്നായിട്ട് അറിയാം, ഞാൻ പറയുന്ന അങ്ങ് ചെയ്യുന്നേ, നിന്റെ നല്ലതിന് വേണ്ടി, അങ്ങനെയല്ല ഇങ്ങനെ പെരുമാറണം അങ്ങനെ പെരുമാറണം എന്നൊക്കെ പറയും. ഞാനിപ്പോ ഓക്കെ നമ്മുടെ നല്ലതിന് വേണ്ടിയല്ലേ പറയാം. ചില സമയത്ത് കേൾക്കുമ്പോ നമുക്കത് നമ്മുടെ ഇഷ്ടങ്ങളും ക്യാരക്ടറും വിട്ടുപോണ പോലെ തോന്നും. എന്നാലും പോട്ടെ, എന്തെങ്കിലും ആവട്ടെ, ഈ പറയുന്ന ആൾക്ക് സന്തോഷം കിട്ടൂല എന്ന് വെച്ച് മിണ്ടാണ്ട് ഇങ്ങനെ സഹിച്ചു വെക്കും. ഊമ്പി ഇരിക്കുള്ളൂ അളിയ, ഉള്ള കാര്യം പറയാ. എനിക്ക് ഒരു കാര്യമില്ലാണ്ട് എന്റെ ഡ്രസ്സിന്റെ കളേഴ്സ്, ആ കളർ പറ്റൂല, ഈ കളർ പറ്റൂല, അത് പറ്റൂല, ഇത് പറ്റൂല, അങ്ങനെയാക്കി ഇങ്ങനെയാ. ഞാൻ അല്ലെങ്കിൽ എന്റെ കുറെ കഴിയുമ്പോ എനിക്ക് തന്നെ സ്വയം ചിന്തിക്കുന്നത് തെറി പറയുന്നില്ല. പക്ഷെ സത്യം പറഞ്ഞാൽ അവിടെ നമ്മൾ നമ്മുടെ ക്യാരക്ടർ നശിപ്പിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ ഇഷ്ടങ്ങൾ, ക്യാരക്ടർ, ഇതെല്ലാം ഈ നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി മെന്റൽ ഡിസോർഡർ ഉള്ള ഈ അൾട്രാ പ്രോമാക്സ് എന്റെ ലൈഫ് ഉണ്ടായിരുന്ന ഈ സൈക്കോക്ക് വേണ്ടി ഞാൻ എന്റെ ക്യാരക്ടർ നശിപ്പിച്ചു. സീരിയസ്ലി എന്റെ ക്യാരക്ടർ, എന്റെ ഡ്രീംസ്, ഇതൊക്കെ അവര് പറയുന്ന രീതിയിൽ അവർക്ക് വേണ്ടി അവരുടെ രീതിക്കായി പോയി. അങ്ങനെ എത്തിക്കും. അനുപമയുടെ എത്ര മൂവീസ് പോയിട്ടുണ്ടെന്ന് അറിയോ, എത്ര ബിഗ് പ്രോജക്ട്സ്. കത്തി നിൽക്കുന്ന സമയത്ത് പോലും ആൾക്ക് ഒന്നിലേക്ക് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥ വന്നിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് 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 കാര്യങ്ങളുണ്ട്. ഞാൻ സത്യം പറഞ്ഞ എന്റെ ലൈഫിൽ ഈ ഒരു വ്യക്തി വന്നില്ല ഇറങ്ങി, അനുപമയുടെ ഇത് ലൈഫിൽ വന്ന പോലെ തന്നെ വേറൊരു വ്യക്തി എന്റെ ലൈഫിൽ വന്നില്ല ഇറങ്ങി ഞാനിപ്പോ അടിപൊളി സക്സസ് ആയി തന്നെ. എല്ലാത്തിനും ക്രെഡിറ്റ് ഇവർ എടുത്തുകൊണ്ട് പോകും. അതാണ് ഏറ്റവും വലിയ കോമഡി. ഇപ്പൊ ഞാൻ എന്റെ യൂട്യൂബ് ചാനൽ തുടങ്ങി, ഞാൻ അത്യാവശ്യം നല്ല റവന്യൂ, പഴയ ചാനൽ, ഇപ്പൊ ആ ചാനൽ പോയി, ഇപ്പൊ ഇത് പുതിയ ചാനലാ. ചാനൽ എന്താ പോയെന്ന് പോലും അറിയില്ല. അത് പോയ കൂടത് ഇതൊക്കെ കൂടി ഒരുമിച്ചാ പോയത്. അങ്ങനെ തകർന്നു പോയി ഞാൻ. ഓക്കെ, ഇതിലെല്ലാത്തിലും ഇവർക്കൊരു ക്രെഡിറ്റ് വേണം. ഞാൻ പറഞ്ഞിട്ട് ഞാൻ ഫോഴ്സ് എല്ലായിടത്തും പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യം ഇതാണ്. ഞാൻ കാരണം ചാനലൊക്കെ ഇതാക്കി, ഞാൻ ഇങ്ങനെ പറഞ്ഞു കൊടുക്കും, ഞാൻ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യും എന്നൊക്കെ എല്ലാവരോടും പറഞ്ഞു കൊടുക്കും. എല്ലാത്തിന്റെ ക്രെഡിറ്റ് അവരെടുക്കും. അതായത് നമ്മളെ ഒന്നിനും കൊള്ളില്ല, നമ്മളെ മൊത്തം നോക്കിയെടുക്കണം, ഈ കഴിവ് കെട്ട കഴുത എന്ന് എല്ലാവരും പറഞ്ഞു നടന്നു. എനിക്ക് ഇപ്പൊ ആലോചിക്കുമ്പോ ദേഷ്യം വരെയാണ്. ഇവിടെ ഒരു കഴിവില്ല സ്വന്തമായിട്ട്. ഈ ആള് വന്നിട്ട് നമ്മുടെ അടുത്ത് പറഞ്ഞ സിനിമ ഉണ്ടാക്കിയിട്ടുണ്ട്, സീരിയൽ ഉണ്ടാക്കിയിട്ടുണ്ട് പറഞ്ഞ അതൊക്കെ മറ്റൊരാളെ പറ്റിച്ച് അയാളുടെ കൂടെ നടന്ന് അയാളുടെ കോണ്ടാക്ട്സും കാര്യങ്ങളും വെച്ചിട്ട് ഉണ്ടാക്കിയെടുത്ത സാധനം. അല്ലാണ്ട് ഈ വധൂരിക്ക് ഞാൻ അന്വേഷിച്ച് അറിഞ്ഞപ്പോഴേക്കും ഈ വധൂരിക്ക് ഒരു കഴിവുമില്ല, അഭിനയിക്കാനുള്ള കഴിവില്ല, നേരെ പിന്നെ ഒരു ആങ്കറിങ് ചെയ്യാനുള്ള കഴിവില്ല, ഒരു തേങ്ങാക്കൊലയില്ല. വാ തുറക്കണത് ഭക്ഷണം കഴിക്കാനും നുണ പറയാനും വേണ്ടി മാത്രം. ആ വ്യക്തി വന്നിട്ട് ഇത്രയും മാനിപ്പുലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്ക്. ഇതേ കഥകളും ഇതേ സിനിമാ കഥ, സീരിയൽ കഥ, മറ്റേ കഥ, മറച്ച കഥയൊക്കെ വെച്ചിട്ട് തന്നെയാണ്, ഒരു ട്രോമ കഥയും വെച്ചിട്ട് തന്നെയാണ് ഇപ്പോഴും ആൾക്കാർ ഇപ്പോഴും പറ്റിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. ഈ സ്മോൾ പണിഷ്മെന്റ്സിലൂടെ യു വിൽ ലൈക്ക് ഓക്കെ ലെറ്റ്സ് അവോയ്ഡ് ദ സിറ്റുവേഷൻ, അവോയ്ഡ് ദാറ്റ് കോൺവെർസേഷൻ, അവോയ്ഡ് ദിസ്. അപ്പൊ കുറേ ബ്രാഞ്ചസ് ഉള്ള നമ്മുടെ ഓരോ ബ്രാഞ്ചസിനെ നമ്മൾ തന്നെ കട്ട് ചെയ്ത് കളയും. ഈ പണിഷ്മെന്റ്സ് എന്താണ്? ചെറുതായിരിക്കും. അതായത് ഈ പറഞ്ഞ സൈലന്റ് ട്രീറ്റ്മെന്റ് ആയിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ അടുത്ത് പെട്ടെന്നൊരു അഫെക്ഷൻ വിഡ്രോവൽ ആയിരിക്കാം. സി ബൈ ദിസ് ടൈം വെൻ ദേ സ്റ്റാർട്ട് ദിസ് കൺട്രോൾ ഫാക്ടർ, they would just get so attached to an extent, like after the first couple of dates you're taken to their house, their home, you're meeting their family, having lunch with them. എന്റെ പൊന്നളിയാ, ഇത് തന്നെ ഫസ്റ്റ് പരിചയപ്പെട്ട രണ്ടാമത്തെ മൂന്നാമത്തെ ദിവസവും കണ്ട് ഞാൻ ഈ പറഞ്ഞ സാധനത്തിന്റെ ഒരു മദർ ഉണ്ട്. ഇവര് കാണിച്ചു വെക്കുന്ന എല്ലാ അപരാധത്തിനും അവർക്ക് എന്താ മനസ്സിലാവാത്തോണ്ടാണ്, അവർക്ക് അതിന്റെ അറിവില്ലാത്തോണ്ടാണോ അറിയില്ല, എല്ലാത്തിനും കൂട്ടുവെക്കുന്ന ഒരു ലേഡിയാണത്. അവരായിട്ട് ഞാൻ സംസാരിക്കേണ്ടി വന്നു. അങ്ങനെയൊക്കെ കണക്ട് ചെയ്യിപ്പിക്കും നമ്മളെ. എന്നിട്ട് അതിലൊക്കെ ഇങ്ങനെ നമ്മളോട് പറയും, ഞാൻ കണ്ട ഞാൻ എന്ത് ജെനുവിനാ, ഞാൻ എന്റെ വീട്ടുകാരായിട്ട് ഇൻട്രോഡ്യൂസ് ചെയ്തില്ല എന്നൊക്കെ. ഒലക്കാണ്. ആ വീട്ടുകാർക്ക് പോലും അറിയില്ല ഇത് ഇത്ര വലിയ ഫ്രോഡാണെന്ന്. ഒന്നിരുന്ന ഇറങ്ങി അന്വേഷിച്ചു നോക്കിയൊക്കെ അറിയാം. കാണിച്ചു വെച്ചേക്കണ അപരാധങ്ങൾ എത്ര പേരെ ജീവിതം നശിപ്പിച്ചിട്ടുണ്ടെന്ന് അറിയൂ. ഞാൻ ലിറ്ററലി കണ്ടന്റ് മുമ്പിൽ നിന്ന് കരയണുണ്ട് ഒരു വ്യക്തി ഈ പറഞ്ഞ സാധനം നശിപ്പിച്ചിട്ടുണ്ട്. പിന്നെ അനുഭവം പറഞ്ഞ ഈ പറഞ്ഞ കാര്യങ്ങൾ സ്ലോലി ഉള്ള ഒരു പണിഷ്മെന്റ്, അല്ലെങ്കിൽ പണിഷ്മെന്റ് ആണെന്ന് നമുക്ക് മനസ്സിലാവത്തില്ല. ഇവരൊരു മെയിൻ പരിപാടി ഉണ്ട്. എന്തെങ്കിലും ഒരു കാര്യം ഇവരെ കയ്യിൽ പോയിന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇവരൊരു ഫയർ ക്രിയേറ്റ് ചെയ്യുക, അവരുടെ ഒരു അടി ഉണ്ടാക്കും. ഇല്ലാത്ത റീസൺ പറഞ്ഞിട്ട് എന്നെ അങ്ങനെ പറഞ്ഞു, എന്നെ മനസ്സിലാക്കുക, അതാണ് അങ്ങോട്ട് ഫയറപ്പ് ചെയ്യുന്നത്, അങ്ങോട്ട് തീയിട്ട് കത്തിച്ച് കഴിഞ്ഞിട്ട് ഇവരൊരു പിണങ്ങിപ്പോക്കുണ്ട്. ഇവര് പിണങ്ങിയാണ് പോകുമ്പോൾ നമ്മൾ തകർന്ന് നഷ്ടപ്പെട്ടല്ലോ, ഭയങ്കര സങ്കടം, നമ്മൾ കുറെ പിടിക്കാൻ നോക്കും, മെസ്സേജ് അയക്കാൻ നോക്കും. പിന്നെ നമുക്ക് തന്നെ വേണ്ട പോട്ടെ കഴിഞ്ഞെന്നുള്ള രീതിയിൽ നമ്മൾ ഇരുത്തിച്ച് നമ്മൾ സങ്കടപ്പെട്ട് ഇങ്ങനെ ആകെ ട്രോമയൊക്കെ അടിച്ച് ഇങ്ങനെ പ്രാന്ത് അടിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോഴേക്കും ഒരു ദിവസത്തെ സമയം ഗ്യാപ്പ് കിട്ടും. അപ്പോഴേക്കും വീണ്ടും വിളിക്കും റീജോയിൻ ചെയ്യാൻ വേണ്ടി. സത്യം കിട്ടും. ഇങ്ങനെയുള്ള ആൾക്കാരെ നിങ്ങൾ ഇനി ഒന്ന് ചിന്തിച്ച് നോക്കും. നിങ്ങളുടെ ലൈഫിൽ ഇതുപോലത്തെ ആൾക്കാർ തോന്നുന്നു വലിയ അടിയും വേളമായിരിക്കും ഇവർ ഉണ്ടാക്കി നോക്കണത്. ചിലപ്പോൾ നമ്മൾ ചിന്തിച്ചു പോകും എന്തിനാണ് ഈ അടി ഉണ്ടാക്കിയത്. എന്നിട്ട് വീണ്ടും വരും, വീണ്ടും വന്ന് കൊപ്പപ്പാൻ നോക്കും. മോനെ ഞാനിതൊക്കെ അനുഭവിച്ച് വന്നുകൊണ്ട് എനിക്ക് നന്നായിട്ട് അറിയാം. ഇതിൽ മാത്രമല്ല, എവറിത്തിങ്
everything. When I say ഫാമിലി ഒക്കെ കട്ട് ഓഫ് ആയോ? ഞാൻ പറഞ്ഞില്ലേ, ദിസ് ഇസ് നോട്ട് ഡയറക്റ്റ് കട്ട് ഓഫ്, ഇറ്റ് ഇസ് ലൈക്ക് വെരി ഇൻഡയറക്റ്റ്. നമ്മളെ കൊണ്ട് നമ്മുടെ ചില്ലകൾ മുറിപ്പിക്കും. See, the thing is, at one point, you know, there is something not right about the relationship where, see, നമ്മൾ ഒരാളെ ഇഷ്ടപ്പെടുന്ന സമയത്ത് അയാളെ കുറിച്ച് ഫാമിലിക്ക് നല്ല ഒപ്പീനിയൻ വേണമെന്നല്ലേ നമ്മൾ വിചാരിക്കുള്ളൂ. So we don't open up about this person and what harm this person is causing you, അല്ലെങ്കിൽ how this person is stopping you from doing certain things. എന്റെ മോനെ സത്യം എല്ലാത്തിനും കട്ടാക്കിപ്പിക്കും. എന്റെ എത്രയോ ഫ്രണ്ട്സിനെ കുറിച്ച് തമ്മിൽ തല്ലിപ്പിച്ചിട്ടുണ്ടെന്ന് അറിയോ? അവര് കൊള്ളൂല, അവർ അങ്ങനത്തെ ടൈപ്പാണ്, ഇങ്ങനത്തെ ടൈപ്പാണ്. ഇപ്പൊ എന്റെ ഏറ്റവും ബെസ്റ്റ് ബഡിയായിട്ട് പേര് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാതിരിക്കാം, ഞാൻ അതുകൊണ്ട് പറയുന്നില്ല. അവനെ കുറിച്ച് പോലും ചില സമയത്ത് ഇരുന്നിട്ട് അവരാധം പറഞ്ഞു കൂട്ടിയിട്ടുണ്ട്. നമ്മളെ പിന്നെ ചിന്തിച്ചു ഇത് ഇങ്ങനെയാണ്, ഭയങ്കര മാനിപ്പുലേറ്റിംഗ് ആണ് ഇങ്ങനത്തെ ആൾക്കാർ. സോ അനുപമയുടെ സ്റ്റോറി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അത് ഫുൾ ഇന്റർവ്യൂ പോയി കാണുക. മൊത്തം കാണാം, 10-35 മിനിറ്റ് ഉണ്ട് കാണാം. എന്റെ വീഡിയോയുടെ ലെങ്ത് എത്ര വന്നെന്ന് പോലെ എനിക്കറിയില്ല. ഒരുപാട് എനിക്കിത് പറഞ്ഞു വെക്കണം എന്ന് തോന്നിയിട്ട് തന്നെയാണ് ഞാൻ ഈ വീഡിയോ എടുത്തത് പോലും. ഇങ്ങനെ എന്തെങ്കിലും റിലേഷൻഷിപ്പ് ഒക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ആരോടെങ്കിലും തുറന്നു പറഞ്ഞ് സംസാരിക്കുക. കൺസൾട്ട് എ സൈക്കോളജിസ്റ്റ്. കാര്യങ്ങൾ സംസാരിച്ചിട്ട് ഇങ്ങനെയാണെന്ന് നിങ്ങൾക്ക് ഒന്ന് ഡൗട്ട് വന്നിട്ടുണ്ടെങ്കിൽ സംസാരിക്കുക. റെഡ് ഫ്ലാഗ് തോന്നുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് രക്ഷപ്പെടാൻ നോക്കാം. ഞാൻ എന്റെ ലൈഫിൽ വന്ന വ്യക്തിനെ കുറിച്ച് ഞാൻ പറയട്ടെ. ആള് 1-2 അല്ല ആൾക്കാരെ ജീവിതം നശിപ്പിച്ചിട്ടുണ്ട്. ഒരുപാട് പേരുടെ ലൈഫ് ഇട്ട് നശിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ എനിക്ക് ഐ സ്ട്രോങ്ലി ബിലീവ് ആൾക്ക് എന്തോ ഒരു ചൈൽഡ്ഹുഡ് ട്രോമ, എന്തോ ഒരു ചൈൽഡ്ഹുഡ് പ്രശ്നമുണ്ട്. അതിനെ ബന്ധിപ്പിച്ച് കുറെ കഥകള്, കുറെ സാധനങ്ങള് മെന്റലി ഈ പറഞ്ഞ കുട്ടിയുടെ തലയിൽ ഫീഡ് ചെയ്ത് കിടക്കുന്നുണ്ട്. അത് അവർ അടുത്തറിയാവുന്നവർ കണ്ടെത്തി പ്രോപ്പർ ട്രീറ്റ്മെന്റ് കൊടുത്തില്ലെങ്കിൽ ഇത് എവിടെ എത്തുമെന്ന് ഒരു പിടുത്തൂല. കാരണം ആർക്കും അറിയത്തില്ല. ഒന്ന് അന്വേഷിച്ച് അറിഞ്ഞപ്പോ ഒന്ന് ചെറുതായിട്ട് നമ്മുടെ അടുത്ത് വന്ന് ഓരോരുത്തർ ഓരോ കഥകൾ പറയാൻ തുടങ്ങിയപ്പോ നമുക്ക് മനസ്സിലായി എക്സ്ട്രീം നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി, മെന്റൽ ഡിസോർഡർ ഉള്ള ആൾ, എക്സ്ട്രീം സൈക്കോ, ഹൈലി മാനിപ്പുലേറ്റീവ്, കഥകളൊക്കെ വിത്തിൻ സെക്കൻഡ് ഉണ്ടാക്കുന്നത്, ഹൈലി ഇമോഷണലി അൺബാലൻസ്ഡ് ആയിട്ടുള്ള ആള്. അതായത് കരയലെന്നൊക്കെ പറഞ്ഞാൽ കരച്ചിലുണ്ട നമ്മളൊക്കെ വെറുതെ ഇതായി പോകും. ഈ വ്യക്തിയുടെ കരച്ചിൽ, ഇതുപോലുള്ള ആൾക്കാരെ കരച്ചിലാണ് ഏറ്റവും വലിയ സീൻ. ഇവര് കരഞ്ഞങ്ങ് ഇല്ലാണ്ടാക്കി കളയും. അതായത് നമ്മളെ കുറിച്ച് ചിലപ്പോൾ വേറൊരാളോട് പോയി പറയുന്ന കഥകൾ, കരഞ്ഞുകൊണ്ട് പറയുന്ന കഥകൾ കേട്ട് ആ ആൾ വരെ വിശ്വസിച്ചു. എന്നെ കുറിച്ച് എത്ര പേരുടെ കഥ പറഞ്ഞിട്ടുണ്ടെന്ന് അറിയോ? അവരെയൊക്കെ നേരിട്ട് കണ്ടപ്പോഴേ എനിക്ക് കാര്യം മനസ്സിലായി. പാവങ്ങളുടെ ടേക്ക് കെയർ. ഇതൊരു വളരെയധികം ഇപ്പൊ കോമൺ ആയിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു അസുഖം കൂടിയായി മാറി. ഇത് ആക്ച്വലി ഒരു അസുഖം തന്നെയാണ്, ട്രീറ്റ് ചെയ്യപ്പെടേണ്ടതാണ്. അതായത് ഇതിന്റെ പേരില് ജീവിതം അവസാനിപ്പിച്ച കുട്ടികളെ എനിക്കറിയാം, ആൺകുട്ടികളെയും പെൺകുട്ടികളെ. ഞാൻ പേഴ്സണലി അതിൽ കുറെ കേസുകൾ ഞാൻ അന്വേഷിച്ചിട്ടുണ്ട്. ഒന്ന് നമ്മൾ തന്നെയാണ് FIR ഇടാൻ വേണ്ടി സ്റ്റേഷനിൽ കേസ് കംപ്ലൈന്റ് ചെയ്യിപ്പിച്ചത് ഒരു പെൺകുട്ടിയുടെ ബ്രദറിനെ കൊണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. സോ ടേക്ക് കെയർ ഗൈസ്. എന്റെ ലവ് സ്റ്റോറിയുടെ സെക്കൻഡ് പാർട്ട് എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു. ദിസ് വാസ് ദ റീസൺ ബ്രേക്കപ്പ് ആയതും എല്ലാം ഇതായിരുന്നു കാര്യങ്ങൾ. ഇതിന്റെയൊക്കെ അപ്പുറം അനുഭവിച്ചിട്ടുണ്ട്. ഇപ്പൊ ഈ പറഞ്ഞു വെച്ച പോലെ ഒന്നല്ല, ഇതിന്റെ അപ്പുറം അനുഭവിച്ചിട്ടുണ്ട്. ബട്ട് ഉള്ള കാര്യം പറയാനോ, കൃത്യമായിട്ട് ചില വ്യക്തികൾ എന്റെ ലൈഫിൽ ഒന്ന് ഇടപെട്ടുകൊണ്ട് ഞാൻ ഫാസ്റ്റ് ആയിട്ട് റിക്കവറായി. അതിൽ നിന്ന് എത്രയും പെട്ടെന്ന് ഹീൽ ചെയ്യപ്പെട്ടു. പിന്നെ അടിപൊളി ഒരു ലൈഫും കിട്ടി. അടിപൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻജോയ് ചെയ്ത് ഞാൻ ജീവിക്കണേ. സമാധാനം, സന്തോഷമുണ്ട്.